ഗുഡ് മോർണിംഗ്, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം രാവിലെയിലേക്ക്, പുതിയൊരു വാർത്താ ദിനത്തിലേക്ക്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തീയതി, തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപനത്തിലേക്കൊക്കെ അടുക്കുകയാണ് എന്നുള്ള വാർത്തകളാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ എല്ലാ മുന്നണികളും ഒരേപോലെ തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊക്കെ കടക്കുന്ന ഒരു സാഹചര്യമാണ്. അതിന് സ്ഥാനാർത്ഥികളെയൊക്കെ ഏറെക്കുറെ തീരുമാനിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെയും ഈ പോസ്റ്ററുകൾ ഒട്ടിച്ചും ചുവരെഴുത്തുകളൊക്കെ ആരംഭിച്ചും വീടുകൾ തോറും കയറി ഇറങ്ങിയുള്ള പ്രചാരണമൊക്കെ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മുന്നിലുള്ള വാർത്താ ദിനങ്ങൾ എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്തരത്തിൽ ചൂടേറിയ വാർത്തകൾ നിറഞ്ഞ ദിവസങ്ങൾ തന്നെയായിരിക്കും. എന്തായാലും ഇന്നൊരു നല്ല ഞായറാഴ്ചയാണ്. എല്ലാവർക്കും ജോലിക്കൊന്നും പോകണ്ടാത്ത ഒരു ദിവസമാണ്. നല്ല റിലാക്സ്ഡ് ആയിട്ട് ടി വിക്ക് മുന്നിലൊക്കെ ഇരുന്ന് വാർത്തകൾ കാണാൻ പറ്റിയ ഒരു ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് വാർത്തകളിലേക്ക് വിശദമായി കടക്കാം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. സംസ്ഥാനത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ഊർജിതമാക്കി മുന്നണികൾ. പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ KS ശബരിനാഥിനെ ഇറക്കി പ്രസ്റ്റീജ് പോരാട്ടത്തിന് കോൺഗ്രസ്. ബീഹാറിലെ ആദ്യഘട്ട പ്രചാരണം അവസാനിക്കാൻ 2 നാൾ കൂടി. പട്നയിൽ ഇന്ന് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. രാഹുൽ ഗാന്ധി നാളെ വീണ്ടും ബീഹാറിലെത്തും. ജൻസുരാജ് പാർട്ടി പ്രവർത്തകന്റെ മരണത്തിൽ JDU സ്ഥാനാർത്ഥി അനന്ത് സിംഗ് അറസ്റ്റിൽ. PMC വിവാദങ്ങൾക്ക് ശേഷം CPM-ന്റെയും ഇടതുമുന്നണിയുടെയും യോഗങ്ങൾ ഇന്ന്. CPI-യെ അനുനയിപ്പിക്കാൻ സ്വീകരിച്ച ഒത്തുതീർപ്പ് നടപടികൾ ചർച്ച ചെയ്യും. ചർച്ചയില്ലാതെ എന്തുകൊണ്ട് ഒപ്പിട്ടെന്ന് CPM വിശദീകരിച്ചേക്കും. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലും വിമർശനം ഉയരാൻ സാധ്യത. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ച. ശബരിമല സ്വർണ്ണമോഷണത്തിൽ കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം. മുൻ സെക്രട്ടറി ജയശ്രീയെയും മുൻ തിരുവാഭരണ കമ്മീഷണർമാരായ ബൈജുവിനെയും രാധാകൃഷ്ണനെയും ഉടൻ ചോദ്യം ചെയ്യും. പങ്ക് തെളിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം. മുൻ ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാറിനെ ചോദ്യം ചെയ്യാനും നീക്കം. വിവാദങ്ങൾക്കിടെ കലൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾക്ക് GCDA ഇന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകിയേക്കും. നടപടി നവീകരണം കരാർ ഇല്ലാതെയെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ. അഴിമതി ആരോപിച്ച് പോലീസിൽ പരാതി നൽകി കോൺഗ്രസ്. കുട്ടനാട്ടിലെ നെല്ല് സംഭരണം പാളാൻ കാരണം പൊതുമേഖലയിൽ റൈസ് മില്ലുകളോ സംഭരണശാലകളോ ഇല്ലാത്തത്. 26 വർഷം മുൻപ് തകഴിയിൽ തുറന്ന മില്ലിന് എന്തു പറ്റിയെന്ന് അന്വേഷിച്ച ന്യൂസ് 18. കർഷകരുടെ ദുരിത കാരണം തേടിയുള്ള ന്യൂസ് 18 പരമ്പര തുടരുന്നു. ഇന്ത്യൻ നേവിക്കുള്ള തന്ത്രപ്രധാന വാർത്താവിനിമയ ഉപഗ്രഹം LVM-3M5-ന്റെ വിക്ഷേപണം ഇന്ന് ശ്രീഹരിക്കോട്ടയിൽ. സുരക്ഷയുമായി ബന്ധപ്പെട്ടതായതിനാൽ വിവരങ്ങൾ രഹസ്യമാക്കി വെച്ച് ISRO. ബന്ദികളുടേത് എന്ന പേരിൽ ഹമാസ് കൈമാറിയ മൃതദേഹങ്ങൾ വീണ്ടും മാറി. ബന്ദികളുടേതല്ലെന്ന് സ്ഥിരീകരിച്ചത് വെള്ളിയാഴ്ച റെഡ് ക്രോസ് വഴി ഇസ്രായേലിലെത്തിയ മൃതദേഹങ്ങൾ. തുടർച്ചയായ 5ാം ദിവസവും വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രായേൽ. വ്യോമാക്രമണത്തിൽ ഖാൻ യൂസിൽ 5 മരണം. വിശദമായി നമ്മൾ കടക്കുകയാണ് വാർത്തകളിലേക്ക്, രാവിലെയിലേക്ക്. അപ്പോൾ ആദ്യം നമുക്ക് ഗാസയിലേക്ക് തന്നെ പോകാം. വീണ്ടും ഇസ്രായേൽ ബന്ദികളുടേത് എന്ന പേരിൽ ഹമാസ് കൈമാറിയ മൃതദേഹങ്ങൾ മാറിപ്പോയി. വെള്ളിയാഴ്ച റെഡ് ക്രോസ് വഴി ഇസ്രായേലിലെത്തിയ 3 മൃതദേഹങ്ങളാണ് പരിശോധനയ്ക്ക് പിന്നാലെ ബന്ദികളുടേതല്ലെന്ന് സ്ഥിരീകരിച്ചത്. ഇതിനിടെ ഗാസയിൽ തുടർച്ചയായ 5ാം ദിവസവും ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ഖാൻ യൂസിൽ നടന്ന വ്യോമാക്രമണത്തിൽ 5 പേരാണ് കൊല്ലപ്പെട്ടത്. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിഥുൻ, 18 ദിവസം മാത്രമാണ് ഈ വെടിനിർത്തൽ കരാർ നീണ്ടു നിന്നത് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അതിനിടയിലും അവിടെ ഇവിടെയും ഒക്കെ ചെറിയ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഹമാസ് കരാർ ലംഘിച്ചു എന്ന ആരോപണത്തിന്മേലാണ് ശക്തമായ രീതിയിൽ വീണ്ടും ആക്രമണങ്ങൾ ഇസ്രായേൽ തുടങ്ങിയത്. അത് ഈ 13 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറാത്തതുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോഴിതാ വീണ്ടും ഈ മൃതദേഹങ്ങൾ കൈമാറിയതിൽ അത് മാറിപ്പോയിരിക്കുന്നു എന്നുള്ള വലിയൊരു പ്രശ്നം കൂടി സംഭവിച്ചിരിക്കുന്നു. വിശദാംശങ്ങളിലേക്ക് കടക്കാം മിഥുൻ.
അറിയാ തീർച്ചയായും അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വീണ്ടും അശാന്തിയുടെ രാത്രികൾ തന്നെയാണ് ഇത്തരത്തിൽ ഗാസയിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ എങ്ങനെയായിരുന്നു അവർ കഴിഞ്ഞിരുന്നത് അതേ രീതിയിൽ തന്നെ വീണ്ടും കാര്യങ്ങൾ മാറിമറിയുന്ന സ്ഥിതിവിശേഷമാണ് അവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് കാണാൻ സാധിക്കുന്നത്. അതായത് കഴിഞ്ഞ 5 ദിവസമായി കൂട്ടക്കുരുതി വീണ്ടും ഉണ്ടാകുന്നു. നിരവധി പേർ കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷം. കഴിഞ്ഞ ദിവസവും ഈ വ്യോമാക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. പ്രത്യേകിച്ച് ഖാൻ യൂണിസിന് നേരെയാണ് ഈ ആക്രമണം കൂടുതൽ ഇസ്രായേൽ സേന കടുപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ തെക്കൻ ഗാസയിലും സമാനമായ രീതിയിലുള്ള ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ ചില ആരോപണങ്ങൾ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരുന്നത്. ഹമാസ് ഈ ബന്ദി കൈമാറ്റങ്ങളിൽ അതായത് മൃതദേഹാവശിഷ്ടങ്ങൾ തിരികെ നൽകുന്നില്ല, 13 പേരുടെ മൃതദേഹങ്ങൾ ഇനിയും നൽകാനുണ്ട് എന്നുള്ളൊരു അവകാശവാദമാണ് ഇസ്രായേൽ സേന നൽകുന്നത്. പക്ഷേ അതിൽ ഈ ഒരു ആക്രമണം നമ്മൾ നേരത്തെ ആരും സൂചിപ്പിച്ച പോലെ തന്നെ ഈ 18 ദിവസം നീണ്ടു നിന്നുവെങ്കിൽ പോലും തന്നെ ചിലയിടങ്ങളിലൊക്കെ ഈ ആക്രമണങ്ങൾ ഇസ്രായേൽ സേനയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇത്തരത്തിൽ ഈ മൃതദേഹങ്ങൾ നൽകുന്നതിൽ നിന്ന് ഹമാസ് പിന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇങ്ങനൊരു ആരോപണം ഹമാസിനെതിരെ ഉന്നയിച്ചുകൊണ്ട് ഇസ്രായേൽ രംഗത്ത് വരികയും ഒപ്പം തന്നെ ആക്രമണം കടുപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. പിന്നാലെ ഹമാസ് കഴിഞ്ഞ ദിവസം അതായത് വെള്ളിയാഴ്ചയാണ് ഏറ്റവും ഒടുവിൽ 3 മൃതദേഹങ്ങൾ കൈമാറിയത്. ആ 3 മൃതദേഹങ്ങളിൽ ചില ആരോപണങ്ങൾ അന്ന് തന്നെ ഇത്തരത്തിൽ ഇസ്രായേൽ ചൂണ്ടിക്കാണിച്ചിരുന്നു, അല്ലെങ്കിൽ ചില ആരോപണങ്ങൾ അവർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതായത് മുൻപ് നൽകിയ മൃതദേഹങ്ങളുടെ ചില മൃതദേഹാവശിഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്, ഒരു പൂർണ്ണമായിട്ടുള്ള മൃതദേഹങ്ങളല്ല നൽകിയിരിക്കുന്നത് എന്നുള്ള ആരോപണമായിരുന്നു ഇസ്രായേൽ മുന്നോട്ട് വെക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് ചില പരിശോധനയ്ക്കായി ഇവർ ഇത് മാറ്റുകയും ചെയ്തത്. അതിന്റെ പരിശോധനാ ഫലം ഇന്നലെ രാത്രിയോടുകൂടിയാണ് പുറത്തു വന്നത്. അതിൽ ഈ 3 മൃതദേഹങ്ങളും തങ്ങളുടേതല്ല, അതായത് തങ്ങളുടെ പൗരന്മാരുടേതല്ല എന്നുള്ള ഒരു അവകാശവാദമാണ് ഇപ്പോൾ അവർ ഉയർത്തിയിരിക്കുന്നത്. ഇതിൽ എന്ത് നടപടിയായിരിക്കാൻ ഇനി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഹമാസിന്റെ പ്രതികരണം ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം വലിയ ആക്രമണം നടന്ന മേഖലയാണ് ഗാസ എന്ന് പറയുന്നത്. അവിടെ ഇത്തരത്തിൽ ഈ മൃതദേഹ ഭാഗങ്ങൾ അല്ലെങ്കിൽ മൃതദേഹങ്ങളൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യമാണ്. അവിടെ ഈ കെട്ടിടാവശിഷ്ടങ്ങളൊക്കെ നിരവധി ഇങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കുന്ന സാഹചര്യത്തിൽ അതൊക്കെ നീക്കി വേണം ഈ മൃതദേഹങ്ങളൊക്കെ കണ്ടെത്തുക എന്നുള്ളതാണ്. പക്ഷേ നിലവിൽ ഇപ്പോഴും ഹമാസ് പറയുന്നത് 7ഓളം മൃതദേഹം മാത്രമാണ് നമ്മുടെ പക്കലുള്ളത്, ബാക്കി ഇസ്രായേലിന്റെ അവകാശവാദമാണ് എന്നുള്ളതാണ്. പക്ഷേ ഇസ്രായേലിന്റെ കണക്കനുസരിച്ച് 13 പേരുടെ മൃതദേഹങ്ങൾ ഇനി ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. അതാണ് വ്യവസ്ഥ മുന്നോട്ട് വെച്ചത്. അതായത് ഈ കരാർ പ്രകാരം പ്രധാനപ്പെട്ട വ്യവസ്ഥകളിലൊന്ന് ഈ ബന്ദി കൈമാറ്റമൊക്കെ തന്നെയായിരുന്നു. ആ വ്യവസ്ഥ ഹമാസ് പാലിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ ഈ നടപടിയുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇവ നൽകേണ്ടത് ഹമാസിന്റെ ചുമതല കൂടിയാണ്. ആ സാഹചര്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇനി ഇസ്രായേൽ ഈ ആക്രമണം കടുപ്പിക്കുക തന്നെയായിരിക്കും സ്വാഭാവികമായും ചെയ്യാൻ പോകുന്നത്. ഇതിനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മൃതദേഹം മാറിപ്പോയ സാഹചര്യത്തിൽ ഇനി എന്ത് നടപടി ഇസ്രായേൽ സ്വീകരിക്കുമെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ കൂടുതലായ രീതിയിൽ ഈ ആക്രമണം നടത്തുക തന്നെയായിരിക്കാം ചെയ്യുക. അതിനപ്പുറം എന്താണ് ഇസ്രായേൽ ഈ വിഷയത്തിൽ ചെയ്യാൻ പോകുന്നത്? അതായത് ഏതെങ്കിലും ഒരു കാരണത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴിയിലൂടെയെങ്കിലും ഈ ആക്രമണം കടുപ്പിക്കാനാകുമല്ലോ സ്വാഭാവികമായും ഇസ്രായേൽ ശ്രമിക്കുക. തീർച്ചയായും അതിനൊരു ലക്ഷ്യം എന്തായാലും ഇസ്രായേൽ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പലവട്ടം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു വെസ്റ്റ് ബാങ്ക് അത് തങ്ങളുടെ ഭാഗമാക്കും, വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കും, വെസ്റ്റ് ബാങ്കിൽ ഇത്തരത്തിൽ ഇസ്രായേൽ സേന പൂർണ്ണമായും വളയുകയും അത് തങ്ങളുടെ ഭാഗമാക്കി മാറ്റുമെന്നും പലതവണ ആവർത്തിച്ച് പറയുകയും ചെയ്തതാണ്. അവിടെയും ഇപ്പോൾ വ്യാപകമായ രീതിയിലുള്ള ഒരു ചില വ്യോമാക്രമണങ്ങളും ഒക്കെ സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ടാങ്കർ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളൊക്കെ അവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതായത് ഖാൻ യൂണിസിന് തൊട്ടു പിന്നാലെ ഇത്തരത്തിൽ വെസ്റ്റ് ബാങ്കിലും സമാനമായ രീതിയിലുള്ള നടപടി ഇസ്രായേൽ സ്വീകരിക്കുന്നതിന് പിന്നിൽ ഈ ലക്ഷ്യങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതും ഈ മേഖലയിൽ US ഏർപ്പെടുത്തിയ സൈനിക വ്യൂഹമുണ്ട്. 200ഓളം സൈനികരെ അവിടെ അതായത് പല മേഖലയിൽ നിന്നുള്ള അതായത് ഖത്തറും മറ്റ് ഈജിപ്റ്റ് ഇത്തരത്തിൽ US-ന്റെ സൈനിക ക്യാമ്പുകളിൽ നിന്നുള്ള ട്രൂപ്പുകളെയായിരുന്നു ഇവിടെ വിന്യസിച്ചിരുന്നത്. അവരൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അവരുടെ കൺമുൻപിലാണ് ഇപ്പോഴും ഈ ആക്രമണം നടക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒരു തരത്തിലുമുള്ള ഇടപെടൽ ഈ മധ്യസ്ഥ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ഒരു 18 ദിവസത്തെ ഒരു പ്രഖ്യാപിത വെടിനിർത്തൽ കരാറിന് ശേഷം വീണ്ടും ശക്തമായ രീതിയിൽ ഇസ്രായേലിന്റെ ആക്രമണം നടന്ന ഘട്ടത്തിൽ പോലും US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം അപ്പോൾ ആ ഘട്ടത്തിൽ പോലും പ്രതികരിച്ചത്
ഈ സമാധാന കരാർ വിജയകരമായിരിക്കുമെന്ന് താൻ വിശ്വസിക്കുന്നുണ്ട്, US വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലൊരു വിശ്വാസമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഈ ആക്രമണം വീണ്ടും ശക്തമായി കഴിഞ്ഞതിന് ശേഷവും USന്റെ പ്രതികരണം സമാനമായ രീതിയിൽ തന്നെയാണോ? അത് സംബന്ധിച്ച് അതായത് ഇപ്പോഴത്തെ ആക്രമണത്തെ മായി ബന്ധപ്പെട്ട് ഖത്തർ പ്രധാനമന്ത്രിയുമായി ഇത്തരത്തിൽ US സംസാരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ഥിതിഗതികൾ നിരീക്ഷിക്കണം, ഒപ്പം തന്നെ അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചുള്ള ധാരണകളിലേക്കും ഒക്കെ എത്തണം. നിലവിലെ സാഹചര്യം അത് അതിസങ്കീർണമായി പോകുന്നതിന് മുമ്പ് തന്നെ അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നടത്തണമെന്നുള്ള ആവശ്യം ഖത്തറിനോട് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ആര് സൂചിപ്പിച്ച പോലെ തന്നെ JD വാൻസ് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കരാറിൽ ഏർപ്പെട്ടു എങ്കിൽ പോലും തന്നെ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണവും സംഭവങ്ങളും ഉണ്ടാകില്ല എന്ന് ഉറപ്പ് പറയാനാകില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള ചില പരാമർശങ്ങൾ കൂടി അദ്ദേഹം നടത്തുകയും ചെയ്തു. അതിനർത്ഥം US അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ആക്രമണം എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, ഈ ആക്രമണം വ്യാപിപ്പിച്ചതിന് പിന്നാലെ ഇസ്രായേലിന്റെ പ്രതികരണവും വന്നത് നമ്മൾ കണ്ടതാണ്. അതായത് അമേരിക്കയുടെ അനുമതി ലഭിച്ചതിന് ശേഷം അമേരിക്കയെ ഇക്കാര്യം കൃത്യമായി ധരിപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഒരു ആക്രമണത്തിലേക്ക് തങ്ങൾ ഇറങ്ങിയത് എന്നുള്ള ഒരു കാര്യം ഇസ്രായേൽ പറയുകയും ചെയ്യുന്നു. പക്ഷേ അത് സംബന്ധിച്ച് അത് തള്ളാനോ അല്ലെങ്കിൽ കൊള്ളാനോ ഇതുവരെയും US അതിൻ്റെ ഒരു പ്രതികരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയാലോ അല്ലെങ്കിൽ JD വാൻസ് ആയാലോ ഇതുവരെയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ തുടർച്ചയായ 5ാം ദിവസവും ഗാസ മുൻപ് കണ്ടുകൊണ്ട് വന്നിരുന്ന രീതിയിലുള്ള കുട്ടക്കുരുതിയിലേക്ക് വീണ്ടും പോകുന്നു എന്നുള്ളതാണ്. അതായത് സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന് കരുതി തിരികെ വന്ന പലസ്തീൻ ജനത വീണ്ടും ഈ ഒരു കൂട്ടക്കുരുതിക്ക് സാക്ഷിയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. വീണ്ടും അതിരൂക്ഷമായിട്ടുള്ള ബോംബിംഗ് അവിടെ ഉണ്ടാകുന്നു. പല മേഖലകളിലും ഇതേ രീതിയിൽ തന്നെ ആക്രമണങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലം നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതേ രീതിയിൽ പലരും പലായനം ചെയ്തു വിടുന്നു പോയതാണ്. തങ്ങളുടെ സ്വത്തുക്കളും ഒപ്പം തന്നെ കുടുംബാംഗങ്ങളും ഒക്കെ മരിച്ചു വീഴുന്നത് കണ്ട് തങ്ങളുടെ ജീവൻ കയ്യിൽ എഴുതിക്കൊണ്ട് അവിടെ നിന്ന് പലായനം ചെയ്തു പോയതാണ്. സ്വന്തം നാടും വീടും ഒക്കെ വിട്ട് അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് മാറിപ്പോയവരാണ്. അവിടെ നിന്ന് വീണ്ടും ഈ ഒരു 20 ദിന കരാർ ട്രംപ് മുന്നോട്ട് വെക്കുന്നു. ആ കരാർ ഇരു പ്രതിനിധികളും അംഗീകരിച്ചതിന് ശേഷം ഇനിയൊരു ആക്രമണം ഉണ്ടാകില്ല എന്ന് കരുതി തിരികെ വന്നവരാണ്. അവരാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു ദുരന്തത്തിന് സാക്ഷിയാവുന്നു എന്നുള്ളതാണ്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ മരിച്ചു വീഴുന്ന സ്ഥിതിവിശേഷം. അതിൽ എന്ത് നടപടികൾ ഇനി ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, 2ാം ഘട്ട ചർച്ചകൾക്ക് ഇതിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ സമാനമായ രീതിയിലുള്ള കരാറുകളിൽ ഏർപ്പെട്ടിട്ടുള്ളൂ എങ്കിൽ പോലും തന്നെ അത് ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ ഒരു തരത്തിലും സാധിച്ചില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിലെ ഈ ആക്രമണ ശ്രമങ്ങൾ എങ്ങനെയായിരിക്കാം 2ാം ഘട്ടവും 3ാം ഘട്ടവും ഒക്കെ ഉള്ള ചർച്ചകളെ ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും 2ാം ഘട്ടത്തിൽ ഈ ഹമാസിന്റെ നിരായുധീകരണമായിരുന്നു ഏറെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകേണ്ടിയിരുന്നത്. പക്ഷേ അതിലൊക്കെ ഇനി എന്ത് നടപടി ഹമാസിന്റെ പക്കൽ നിന്നുണ്ടാകുമെന്നുള്ളതാണ്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് അത്തരത്തിലുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നുള്ള വിലയിരുത്തൽ കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. യെസ്, തീർച്ചയായും MG മിഥുനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർത്തത്. എന്തായാലും ഈ ഗാസ സമാധാന പദ്ധതിയും അതിന്മേലുണ്ടായ കരാറും വ്യവസ്ഥകളും എല്ലാം ഇപ്പോൾ ജലരേഖ പോലെ ആയിരിക്കുകയാണ്. മിഥുൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 90% ജനതയും അവിടെ നിന്ന് കുടിയിറക്കപ്പെട്ടവരാണ്. 90% കെട്ടിടങ്ങളും തകർന്നടിഞ്ഞതാണ്. അവശേഷിക്കുന്ന ജനതയ്ക്ക് മേലുള്ള ആക്രമണം ഇപ്പോഴും തുടർന്നുകൊണ്ടും ഇരിക്കുന്നു. കുടുംബങ്ങൾ തമ്മിലെ കുടിപ്പകയെ തുടർന്ന് ഗ്രീസിൽ സ്ഫോടനവും വെടിവെപ്പും. ശനിയാഴ്ച ഗ്രീക്ക് ദ്വീപായ ക്രെറ്റയിൽ നടന്ന വെടിവെപ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു, 10 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. വെള്ളിയാഴ്ച രാത്രി മേഖലയിലെ ഒരു കെട്ടിട നിർമ്മാണ സൈറ്റിലുണ്ടായ സ്ഫോടനത്തെ തുടർന്നായിരുന്നു സംഘർഷം. ഇനി നമ്മൾ ദേശീയ തലത്തിലെ വാർത്തകളിലേക്ക് എത്തിയാൽ, ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. പട്നയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ നടക്കും. രാഹുൽ ഗാന്ധി നാളെ വീണ്ടും സംസ്ഥാനത്തെത്തും. അതിനിടെ മൊക്കാമയിൽ ജൻസുരാജ് പാർട്ടി പ്രവർത്തകന്റെ മരണത്തിൽ JDU സ്ഥാനാർത്ഥി അനന്ത് സിംഗിനെ അറസ്റ്റ് ചെയ്തു. ER രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ER, വെരി ഗുഡ് മോർണിംഗ്. ഒരു വശത്ത് പ്രചാരണം അത് ഏറ്റവും അതിന്റെ പാരമ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, ആവേശം കൊടുമുടിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഇപ്പോൾ ഈ JDU സ്ഥാനാർത്ഥി അറസ്റ്റിലാകാനുണ്ടായ ഒരു സാഹചര്യം അത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ അടക്കം ഏത് തരത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ട്? ഗുഡ് മോർണിംഗ്. JDU സ്ഥാനാർത്ഥി മൊഗാമയിലെ JDU സ്ഥാനാർത്ഥി അനന്ത് സിംഗ് ആണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇന്നലെ
രാത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോലീസ് സംഘം റെയ്ഡ് നടത്തുകയും തുടർന്ന് ആനന്ദ് സിംഗിനെയും 2 അനുയായികളെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇതാണ് പോലീസിൻ്റെ ഭാഗത്തിൽ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. കാരണം കഴിഞ്ഞ 30-ാം തീയതിയാണ് പ്രചാരണത്തിനിടെ 2 പാർട്ടി പ്രവർത്തകരും, ജൻസുരാജ് പാർട്ടി പ്രവർത്തകരും JDU പാർട്ടിയുടെ പ്രവർത്തകരും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായത്. സ്ഥാനാർത്ഥികളുടെ വാഹനം എതിർദിശയിൽ വരികയും പിന്നീട് പ്രവർത്തകർ തമ്മിൽ അത് വാക്കേറ്റത്തിനിടയാക്കുകയും ഒടുവിൽ കല്ലേറിലേക്ക് കലാശിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ജൻസുരാജ് പാർട്ടി പ്രവർത്തകൻ, ഏതാണ്ട് 75 വയസ്സുള്ള ഒരു വയോധികൻ കൊല്ലപ്പെടുന്നത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ 3 ദിവസത്തിന് ശേഷം അറസ്റ്റിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. പോലീസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ ആക്രമണം നടക്കുമ്പോഴൊക്കെ തന്നെ ആനന്ദ് സിംഗിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളതെന്ന പ്രതികരണമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആനന്ദ് സിംഗ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. നേരത്തെ നിരവധി തവണ ജയിലിൽ കടന്നിട്ടുണ്ട്. ഏതാണ്ട് തട്ടിക്കൊണ്ടുപോകൽ കേസ്, കൊലപാതകമടക്കം 50-ലധികം കേസുകളിൽ ആയിരുന്നു ആനന്ദ് സിംഗ്. അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു നേതാവ് കൂടിയാണ് ആനന്ദ് സിംഗ്. ഏതായാലും ഈ പ്രചാരണം, ക്രമസമാധാനം അടക്കമുള്ള വിഷയം വലിയ തോതിൽ ജനസുരാജ് പാർട്ടി ഈ ഘട്ടത്തിൽ ചർച്ചയാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണം അവസാനിക്കാൻ പോവുകയാണ്. ഇനി പരസ്യ പ്രചാരണം അവസാനിക്കാൻ 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. 121 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ജനവിധി എഴുതുന്നത്. പട്ന അടക്കം ഉള്ള മേഖലകളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പട്നയിൽ റോഡ് ഷോ നടത്തുന്നത്. നേരത്തെ പലതവണ സംസ്ഥാനത്ത് റാലികളിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു പോയതാണ്. ഇന്ന് വൈകിട്ട് പട്നയിൽ 5 മണിക്കാണ് റോഡ് ഷോ നിശ്ചയിച്ചിരിക്കുന്നത്. കാരണം പട്ന BJPയെ സംബന്ധിച്ച്, NDA സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ 14 നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല, അവിടെ 9 ഇടങ്ങളിൽ വിജയം നേടിയത് ഇന്ത്യ സഖ്യമായിരുന്നു. അപ്പോൾ NDA സംബന്ധിച്ച് പട്ന ജില്ലയിൽ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് മറികടക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ റോഡ് ഷോ പ്രധാനമന്ത്രി നടത്തി. അത് ഗുണം ചെയ്തു എന്നൊരു വിലയിരുത്തലാണ് BJPക്കുള്ളത്. ഇന്നേതായാലും 3 കിലോമീറ്റർ ദൂരത്തിലാണ് റോഡ് ഷോ നിശ്ചയിച്ചിരിക്കുന്നത്. ഏതാണ്ട് ദിനകർ സ്ക്വയറിൽ നിന്ന് ഗാന്ധി മൈതാനത്തിന് സമീപമുള്ള ഉദ്യോഗ് ഭവൻ വരെയുള്ള ദൂരത്താണ് റോഡ് ഷോ പ്രധാനമന്ത്രി നടത്തുന്നത്. മാത്രവുമല്ല, ഏതാണ്ട് 10 വെൽക്കം പോയിന്റ് ഉണ്ടാകും എന്നാണ് അറിയിച്ചത്. ഇവിടെ ആളുകൾ, ജനങ്ങൾ പ്രധാനമന്ത്രി സ്വീകരിക്കാനും പുഷ്പവൃഷ്ടി അടക്കം നടത്തും എന്നാണ് ഇപ്പോൾ BJP പ്രതികരിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ പ്രചാരണത്തിന്റെ ആദ്യഘട്ട പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പ്രധാനമന്ത്രിയെ തന്നെ ഇറക്കിക്കൊണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. ഇന്ത്യ സഖ്യവും വലിയ പ്രതീക്ഷയിലാണ്. ദേശീയ നേതാക്കളൊക്കെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്നലെ പ്രിയങ്ക ഗാന്ധി സംസ്ഥാനത്തുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി വീണ്ടും പ്രചാരണത്തിനായി നാളെ സംസ്ഥാനത്ത് എത്തുകയാണ്. രാകേഷ് ആണ്. ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് അത് അടുത്ത ദിവസം നടക്കാനിരിക്കെ ഈ പ്രചാരണത്തിന്റെ ഏറ്റവും അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവച്ചത്. തമിഴ്നാട്ടിൽ SIR-നെതിരായ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ DMK വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. ക്ഷണമുണ്ടെങ്കിലും TVK പങ്കെടുക്കില്ല. PMK അടക്കമുള്ള കക്ഷികളും യോഗം ബഹിഷ്കരിക്കും. രാകേഷ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഈ DMK ശക്തമായ പ്രതിഷേധത്തിന് കോപ്പുകൂട്ടുകയാണ്. ഈ സഖ്യകക്ഷികളുമായുള്ള ചർച്ചകൾ നടക്കുന്നതിനോടൊപ്പം മറ്റ് പാർട്ടികളെ, സമാനമായ നിലപാടുള്ള മറ്റ് പാർട്ടികളെ ഒപ്പം കൂട്ടാൻ കഴിയുന്നുണ്ടോ? എന്താണ് സാഹചര്യം? കേരളം പോലെ തന്നെ വലിയ പ്രതിഷേധമാണ് തമിഴ്നാട്ടിലും SIR-നെതിരെ ഉയരുന്നത്. പ്രത്യേകിച്ച് ഭരണകക്ഷി തന്നെ രംഗത്ത് വരികയാണ് SIR-നെതിരെ. ഇന്ന് ഏതായാലും DMK വിളിച്ചു ചേർത്തിട്ടുള്ള സർവകക്ഷി യോഗമാണ് ചേരുന്നത്. കാരണം നേരത്തെ ഡീലിമിറ്റേഷൻ അടക്കമുള്ള മണ്ഡല പുനർനിർണയം അടക്കമുള്ള വിഷയങ്ങളിൽ ശക്തമായ പ്രതിഷേധം DMK നടത്തിയതാണ്. അതിന് സമാനമായ രീതിയിൽ SIR-നെതിരെ എങ്ങനെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാം, തുടർന്നുള്ള സമരപരിപാടികൾ എങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ആലോചിക്കാനാണ് ഇപ്പോൾ ഏതായാലും DMK തന്നെ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ യോഗത്തിലേക്ക് BJPയെയും ഒപ്പം തന്നെ ADMKയും വിളിച്ചിട്ടില്ല എന്നാണ് DMK നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. കാരണം ഈ SIR-നെ പരസ്യമായി പിന്തുണയ്ക്കുന്ന പാർട്ടികളാണ് ADMKയും BJPയും. ADMKയും സമാനമായ രീതിയിൽ കഴിഞ്ഞ ഓൾ പാർട്ടി മീറ്റിംഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച സർവകക്ഷി യോഗത്തിന് ശേഷം അത്തരം ഒരു പ്രതികരണം ADMKയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കാരണം 2023-ലെ ഈറോഡിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് എന്തുകൊണ്ട് വോട്ടർ പട്ടിക പരിഷ്കരിക്കണം എന്ന നിലപാട് ADMK വ്യക്തമാക്കിയത്. ഏതായാലും ഇന്ന് മറ്റു പാർട്ടികളടക്കം എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. ഏതാണ്ട് 60-ലധികം പാർട്ടികളെ ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് DMK നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. അതിൽ TVK ഉണ്ട്. കഴിഞ്ഞ യോഗത്തിൽ, അതായത് മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ TVK പങ്കെടുത്തതാണ്. പക്ഷേ
ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നാണ് TVK നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടടക്കമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് TVK ഇന്നത്തെ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. PMKയും ഒപ്പം തന്നെ മറ്റ് ചെറിയ പാർട്ടികളും വിട്ടുനിൽക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സീമാന്റെ നാം തമിഴർ കക്ഷികൾ അടക്കമുള്ള പാർട്ടികൾ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നിപ്പോൾ ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും DMK വ്യക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള വോട്ടർ പട്ടിക അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. അത് കേന്ദ്ര സർക്കാരിന് വേണ്ടി ചെയ്യുന്നതാണ് എന്ന വാദം തന്നെയാണ് DMK ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രവുമല്ല, വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതോട് ഒരിക്കലും എതിർപ്പില്ല. പക്ഷേ തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഇനി 3-4 മാസമേ ഉള്ളൂ. ആ ഒരു ഘട്ടത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണം അത് ചില ലക്ഷ്യങ്ങൾ ഉള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എന്ന ആരോപണമാണ് DMK ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗത്തിൽ സ്വാഭാവികമായും SIR-നെതിരായ തുടർ നടപടികൾ ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ സമരപരിപാടികൾ അടക്കമുള്ള ആലോചിക്കുകയായിരിക്കും യോഗത്തിന്റെ ലക്ഷ്യം. പ്രത്യേകിച്ച് മണ്ഡല പുനർനിർണയം അടക്കമുള്ള വിഷയങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറ്റിയ വ്യക്തിയാണ് സ്റ്റാലിൻ. സ്വാഭാവികമായും SIR-ലൂടെയും അത്തരമൊരു നീക്കം തന്നെയാണ് DMK ആലോചിക്കുന്നത്. ആര്യ. യെസ്, ER രാഗേഷാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇന്ത്യൻ നാവികസേനയ്ക്കായുള്ള നിർണായക വാർത്താവിനിമയ ഉപഗ്രഹം വഹിച്ചുള്ള LVM-3 M5 വിക്ഷേപണം ഇന്ന് വൈകിട്ട് 5:27 സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ദൗത്യമായതിനാൽ വിവരങ്ങൾ ISRO രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു. സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 2ാം ലോഞ്ച് പാഡിൽ നിന്നാണ് വിക്ഷേപണം. 4400 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹമാണ് CMS-03. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ദൗത്യമായതിനാൽ ഉപഗ്രഹത്തിന്റെ ചിത്രങ്ങളോ കൂടുതൽ വിശദാംശങ്ങളോ ISRO ഇക്കുറി പുറത്തുവിട്ടിട്ടില്ല. PM-3 വിവാദങ്ങൾക്ക് ശേഷം LDF-ന്റെ നേതൃയോഗം ഇന്ന് ചേരും. വൈകുന്നേരം 3:30 ചേരുന്ന നേതൃയോഗത്തിൽ സർക്കാർ സ്വീകരിച്ച ഒത്തുതീർപ്പ് നടപടികൾ ചർച്ചയാകും. മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി ധാരണാപത്രത്തിൽ ഒപ്പിടാൻ ഇടയായ സാഹചര്യവും CPM നേതൃത്വം മുന്നണി യോഗത്തിൽ വിശദീകരിച്ചേക്കും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും യോഗത്തിൽ ചർച്ചയാകും. അതേസമയം തന്നെ CPM സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് ചേരും. ഇടതുമുന്നണിയിൽ തർക്കത്തിനിടയാക്കിയ PM-3 പദ്ധതി സംബന്ധിച്ച ഒത്തുതീർപ്പിന് ശേഷം ഇതാദ്യമായാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സമിതിയും ചേരുന്നത്. ചർച്ച കൂടാതെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിനെതിരെ സംസ്ഥാന സമിതിയിൽ വിമർശനം ഉയരാൻ ഇടയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളുടെ അവലോകനമാണ് യോഗങ്ങളുടെ പ്രധാന അജണ്ട. 5-ാം തീയതിക്കകം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കണമെന്നാണ് CPM-ന്റെ തീരുമാനം. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതടക്കമുള്ള ജനക്ഷേമ പദ്ധതികൾ മുൻനിർത്തി പ്രത്യേക പ്രചരണ പരിപാടികളും യോഗത്തിൽ തീരുമാനിച്ചേക്കും. ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ അതിങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. KS ശബരിനാഥനെ കളത്തിലിറക്കി തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ നിർണായക നീക്കവുമായി കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണയം. നഗരസഭയിലെ ആദ്യഘട്ട UDF സ്ഥാനാർത്ഥി പട്ടിക നാളെ പ്രഖ്യാപിച്ചേക്കും. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കവടിയാർ വാർഡിൽ KS ശബരിനാഥനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് സജ്ജമാകാനാണ് കോൺഗ്രസ് ക്യാമ്പ് തയ്യാറെടുക്കുന്നത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഹൈക്കമാൻഡ് പ്രതിനിധിയുടെ നിരീക്ഷണത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം. മുൻ അരുവിക്കര MLA-യും നിലവിൽ KPCC ജനറൽ സെക്രട്ടറിയുമായ ശബരിനാഥന് യുവ വോട്ടർമാർക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്നാണ് UDF-ന് വേണ്ടി തെരഞ്ഞെടുപ്പ് സർവേ നടത്തിയ ഏജൻസികളുടെ കണ്ടെത്തൽ. ശബരിക്ക് പുറമെ യൂത്ത് കോൺഗ്രസിലെയും മഹിളാ കോൺഗ്രസിലെയും സ്വീകാര്യതയുള്ള മുഖങ്ങളും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നഗരസഭയിലെ 101 വാർഡുകളിലൂടെയും K മുരളീധരൻ നയിക്കുന്ന പദയാത്രയ്ക്ക് അടുത്ത ദിവസം തുടക്കമാകും. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയും ഇതോടൊപ്പം പ്രസിദ്ധീകരിച്ചേക്കുമെന്നാണ് സൂചന. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ചാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. 45 വാർഡുകളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഘടകകക്ഷികളുമായി അടക്കം ധാരണയിലെത്തിയതായാണ് സൂചന. നിലവിലെ 10-ൽ നിന്ന് സ്ഥിതി മെച്ചപ്പെടുത്താനായില്ലെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടക്കുന്നത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡിലെ കൂടുതൽ ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീ, തിരുവാഭരണ കമ്മീഷണർമാരായിരുന്ന ബൈജു, രാധാകൃഷ്ണൻ തുടങ്ങിയവരെ വൈകാതെ ചോദ്യം ചെയ്യും. ഇവരുടെ പങ്ക് തെളിയിക്കുന്ന വിവരങ്ങൾ ലഭിച്ചാൽ അറസ്റ്റിലേക്ക് കടക്കും. കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകാനും അന്വേഷണ സംഘം തീരുമാനിച്ചു. സുധീഷിനെ വിശദമായ ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ അടക്കമുള്ളവരെയും ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന നവീകരണ പ്രവർത്തനങ്ങൾക്ക് GCDA ഇന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകിയേക്കും. കരാർ ഇല്ലാതെയാണ് നവീകരണം നടക്കുന്നതെന്ന് പുറത്തുവരികയും അഴിമതി ആരോപണം ഉയരുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത്. നവീകരണം ഏൽപ്പിച്ചതിന് പിന്നിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച് പോലീസിന് കോൺഗ്രസ് പരാതി നൽകിയിട്ടുമുണ്ട്. നെല്ല് സൂക്ഷിക്കാൻ പൊതുമേഖലയിൽ സംഭരണശാലകളോ കുത്തി അരിയാക്കാൻ റൈസ് മില്ലുകളോ കുട്ടനാട് പോലെയുള്ള പ്രധാന നെല്ലുൽപാദന കേന്ദ്രങ്ങളിൽ ഇല്ലാത്തതാണ് പലപ്പോഴും സ്വകാര്യ മില്ലുകൾക്ക് മുന്നിൽ കർഷകർക്കും സർക്കാരിനും അടിയറവ് പറയേണ്ടി വരുന്നത്. ഈ കാര്യങ്ങൾ മുഖവിലേക്കെടുത്താണ് തകഴി പഞ്ചായത്തിൽ 3 ഏക്കർ സ്ഥലത്ത് 26 വർഷങ്ങൾക്ക് മുൻപ് 6 കോടി ചെലവഴിച്ച് റൈസ് മിൽ ആരംഭിക്കുന്നത്. ഇന്നും സംഭരണത്തിന്റെ പേരിൽ കർഷകർ ചൂഷണങ്ങൾക്ക് വിധേയരാകുമ്പോൾ ആ പദ്ധതിക്ക് എന്ത് സംഭവിച്ചു? ന്യൂസ് 18 പരിശോധിക്കുകയാണ്. കുട്ടനാട് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് സ്വന്തമായി ഒരു സർക്കാർ മേഖലയിൽ ഒരു റൈസ് മില്ല് ഇല്ല എന്നുള്ളത്. അതായത് സ്വകാര്യ മില്ലുകളുടെ ധാർഷ്ട്യത്തിന് വിധേയരാകേണ്ടി വരുന്നത് തന്നെ സർക്കാർ മേഖലയിൽ അത്തരത്തിൽ മില്ലുകൾ ഇല്ലാത്തതാണ്. ഇപ്പോൾ നമുക്ക് പിന്നിൽ കാണുന്നത് EK നായനാർ മന്ത്രിസഭയുടെ കാലത്ത് പണിത ഒരു റൈസ് മില്ലാണ് കുട്ടനാട്ടിൽ. അന്ന് സുശീല ഗോപാൽ വ്യവസായ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു ഈ മില്ലിന്റെ പ്രവർത്തനം. ഇതിനുവേണ്ടി പണം അനുവദിക്കുകയും ഇങ്ങനൊരു പ്രോജക്റ്റ് കൊണ്ടുവരികയും ചെയ്തത്. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. പിന്നിൽ കാണുന്നത് ഒരുപക്ഷെ റൈസ് മില്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. റൈസ് മില്ലിന്റെ ഒരു അസ്ഥിപഞ്ജരം പോലെ ഇതായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഉപകരണങ്ങൾ ഉൾപ്പെടെ ഇവിടെ അന്ന് ഈ ഒരു കുട്ടനാട്ടിൽ ഇതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നിരുന്നു. അതിനൊക്കെ പിന്നീട് എന്ത് സംഭവിച്ചു എന്നാണ് ന്യൂസ് 18 പരിശോധിക്കുന്നത്. സുശീല ഗോപാലിന്റെ കാലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും 2 തവണ ആണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. തോമസ് ചാണ്ടി MLA ആയിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഈ റൈസ് മില്ലുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണത്തിന്റെ ഉദ്ഘാടനങ്ങളും അതിന്റെ പ്രവർത്തനവും ഒക്കെ ക്രമീകരിച്ചത്. അന്നത്തെ കാലത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരു വ്യക്തിയാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. അല്ലെ, പേര് എങ്ങനെയാ? എൻ്റെ പേര് ER രാധാകൃഷ്ണപിള്ള. ഓക്കെ. അപ്പോ എന്തായിരുന്നു അന്നത്തെ ഒരു സാഹചര്യം? ഇതിന്റെ ഒരു പൂർണ്ണമായി നല്ലൊരു അവസ്ഥയിൽ കണ്ട ഒരാളാണല്ലോ താങ്കൾ. ഇത് ആദ്യ പ്രവർത്തനങ്ങളിലെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഇതിനകത്തൊക്കെ ഇടപെട്ടിരുന്ന ആളാണ്. നല്ല രീതിയിൽ ആദ്യം നല്ല പ്രവർത്തനം വന്നു. 2 കോടി രൂപയാണ് ആദ്യം അനുവദിച്ചിരുന്നത്. ഏതാണ്ട് അത്രയും തുക തന്നെ ഇവിടെ മുടക്കി മുഴുവൻ മെഷീനറികളും ഇവിടെ എത്തി. ഇതിനോട് എന്തൊക്കെ മെഷീനറീസ് ആയിരുന്നു അന്ന് ക്രമീകരിച്ചത്? ഒരു മോഡേൺ റൈസ് മില്ലിന് ആവശ്യമായ മുഴുവൻ മെഷീനറികളും അതിനകത്ത് ഉണ്ടാകാവുന്ന മെഷീനറികളാണ് സാധാരണ ഉള്ളത്. അതെല്ലാം ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. കെട്ടിടം പണി ആരംഭിച്ചു. ഇതിനൊരു ഗുണം എന്ന് പറഞ്ഞാൽ, ഈ മില്ലിൻ്റെ ഒരു ഗുണം, ഇതിനോട് തൊട്ടടുത്ത് സംസ്ഥാന വെയർഹൗസിംഗ് കോർപ്പറേഷൻ്റെ ഗോഡൗണുണ്ട്. അപ്പം ഇവിടെ വലിയ കപ്പാസിറ്റി ഉണ്ട്, സംഭരണശേഷിയുണ്ട്. അറകൾ പോലും അതിനകത്തുണ്ട്. നെല്ല് നിറയ്ക്കാവുന്ന അറകൾ പോലും അതിനകത്തുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കുന്നത്. അത് പോരാഞ്ഞിട്ട് തൊട്ടടുത്ത് 2 കിലോമീറ്ററിനപ്പുറത്ത് പമ്പയാർ ഒഴുകുന്നുണ്ട്. ആവശ്യത്തിലധികം വെള്ളം ലഭിക്കും. ഇതുകൊണ്ടൊക്കെയാണ് ഇതിനെ തിരഞ്ഞെടുത്ത് ഇവിടെ തുടങ്ങിയത്. പറഞ്ഞിട്ട് കുട്ടനാടിൻ്റെ ഹൃദയഭാഗമാണ്. ഇത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ കുട്ടനാട്ടിന് ഇന്നത്തെ ഈ ബുദ്ധിമുട്ടുണ്ടാകത്തില്ലായിരുന്നു. മുഴുവൻ നെല്ലും ഇവിടെ എടുത്ത് സ്റ്റോർ ചെയ്ത് അരിയാക്കി സർക്കാരിന് കൊടുക്കാൻ പറ്റിയേനെ. ഒരുപക്ഷെ അതിലേറ്റവും പ്രധാനപ്പെട്ടത് അന്നും സ്വകാര്യ മില്ലുകളുടെ ഇടപെടൽ ഇതിന്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നതിലുണ്ടായിരുന്നു. അന്ന് കുട്ടനാട്ടിൽ 4-5 സ്വകാര്യ മില്ലുകളുണ്ടായിരുന്നു. ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ കുട്ടനാട്ടിൽ നിന്നവർക്ക് നെല്ല് കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അവരതിന് ചെയ്ത കടും കൈ, ഇത് ഇവിടുത്തെ ആറ്റിലെ വെള്ളം pH വാല്യൂ കൂടുതലുള്ളതാണ്, അത് മോഡേൺ റൈസ് മില്ലിന് ഉപയോഗിക്കാൻ പറ്റാത്തതാണ്, നല്ല അരി കിട്ടില്ല എന്നൊരു പ്രചരണം നടത്തി. അതിന് ആവശ്യമായ സമ്മർദ്ദം സർക്കാർ ചെലുത്തി.
സർക്കാർ അതിനുവേണ്ടി മദ്രാസ് IIT കൊണ്ട് ഇവിടെ ഒരു പഠനം നടത്തി. അവിടുന്ന് കിട്ടിയ റിപ്പോർട്ട് മോശമല്ല എന്നാണ്. എന്നാൽ പോലും ആ റിപ്പോർട്ട് മറച്ചു വെച്ചു. എന്താണെന്ന് വെച്ചാൽ മോശമാകാൻ സാധ്യതയില്ല. ഏരിയൽ ഡിസ്റ്റൻസിൽ 2 കിലോമീറ്ററിനപ്പുറത്ത് ചമ്പക്കുളത്ത് ഒരു മോഡേൺ റൈസ് മില്ലുണ്ട്. ഇന്നും അത് ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം സ്വകാര്യ മേഖലയിലാണ് വളരെ വലിയ രീതിയിൽ ഇന്ന് സർക്കാരിന് നെല്ലെടുക്കുന്ന ഒരു മോഡേൺ റൈസ് മില്ലാണ്. അപ്പോൾ ഇതിന് ഒരു കംപ്ലൈൻറ്റും പറയേണ്ട യാതൊരു കാര്യവുമില്ല. ഞങ്ങൾ പല ഘട്ടങ്ങളിലും ഈ മില്ലുകാരുടെ സമ്മർദ്ദവും നെല്ല് സംഭരണത്തിൽ കാലതാമസം ഉണ്ടാകുമ്പോഴെല്ലാം ഈ റൈസ് മില്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിനേക്കാളും ഏറ്റവും ഒടുവിലായിട്ടുള്ളതാണ് ചെങ്ങന്നൂർ റൈസ് പാർക്ക്. 5.18 ഏക്കർ വസ്തുവാണ് അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. 66 കോടി രൂപയാണ് അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കാനായിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പം നിലച്ചിരിക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും അഡ്വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെ പോലുമില്ല. അവിടെ റൈസ് പാർക്ക് എന്നാണ് പറഞ്ഞത്. അതായത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അടക്കം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സജ്ജീകരണമാണ് അവിടെ പ്ലാൻ ചെയ്തത്. അതുപോലും അട്ടിമറിക്കത്തക്ക രീതിയിൽ ഇദ്ദേഹം സൂചിപ്പിച്ചത് പോലെ ഇതിൻ്റെ പിന്നിലൊരു കോക്കസ് ഉണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിന് ആർജവമുണ്ടായിരുന്നുവെങ്കിൽ 24,000 ടൺ നെല്ല് സംഭരിക്കാനുള്ള ശേഷിയാണ് ചെങ്ങന്നൂരിലെ റൈസ് പാർക്കിന് പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ ഇവിടെയും വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആകെപ്പാടെ കഴിഞ്ഞ സീസണിൽ ഉൽപ്പാദിപ്പിച്ചത് 5,80,000 ടണ്ണാണ്. 2 വർഷം കൂടിയിരിക്കുമ്പോഴെങ്കിലും ഒരു റൈസ് മില്ല് സ്ഥാപിച്ചാൽ ഞങ്ങളുടെ ഈ പ്രതിസന്ധിക്ക് അയവ് വന്നേനെ. ഈ സ്വകാര്യ മില്ലുകാരുടെ സമ്മർദ്ദത്തിനും അയവ് വന്നേനെ. ഞങ്ങൾക്ക് മാന്യമായിട്ട് ഞങ്ങളുടെ നെല്ല് വിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉടലെടുത്തേനെ. പ്രോസസ്സിംഗ് യൂണിറ്റ്, അതായത് ഈ റൈസ് മില്ലിന്റെ പ്രോസസ്സിംഗ് യൂണിറ്റിന് വേണ്ടി പണിത കെട്ടിടമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അല്ലേ? ഇതിന്റെ ഒരു സാഹചര്യം ഇപ്പോൾ ഇതിനകത്തൊരു കാട് പോലെ എന്ന് പറയാം. അതെ, ഇപ്പോൾ കാട് പിടിച്ചു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പിന്നെ ദീർഘകാലമായിട്ടുള്ള ഒരു കാലവിളംബം ഇതിന് സംഭവിച്ചിട്ടുണ്ട്. കാരണം 2018 വെള്ളപ്പൊക്കത്തിൽ ഈ മിഷനറികളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് വരെ സംരക്ഷിക്കപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടന്നതെങ്കിൽ അതിനുശേഷം ഇതെല്ലാം പോയതിനു ശേഷം പിന്നെ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. 2018 വരെ മില്ല് പ്രവർത്തിച്ചിട്ടില്ല. ഇതിൻ്റെ ഈ പറയുന്ന യൂണിറ്റ് പിന്നെ പൂർണ്ണമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഒന്നും നടന്നിട്ടില്ല. അതായത് 6 കോടിയുടെയാണോ? എത്ര എമൗണ്ട് ആയിരുന്നു അന്നത്തെ പ്രോജക്റ്റിൽ വെച്ചിരുന്നത്? 6 കോടിയിൽ 2 കോടി അനുവദിച്ചിട്ടുണ്ടായി. അതിനാണ് ഈ പണികൾ നടത്തി കുറച്ച് മെഷീനറികളൊക്കെ വാങ്ങിയിട്ടുണ്ട്. എത്ര കാലം ഇതിന്റെ ഒരു നിർമ്മാണം നടന്നു? ഏതാണ്ട് ഒരു 1.5-2 വർഷം ഇഴഞ്ഞാണ് നീങ്ങിയത്. ആ സമയത്താണ് നടന്നിട്ടുള്ളത്. ശരിക്കും കർഷകർക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമാകുന്ന ഒരു അതുപോലെ സംശയമുണ്ടോ? കർഷകർ ഞങ്ങൾ ഇതിന്റെ കൂടുതൽ ഗോഡൌൺ സ്പേസും ഒക്കെ ഉണ്ട്. എല്ലാ സംവിധാനത്തോടും കൂട്ടിയിട്ടാണ് ഇവിടെ. അതുകൊണ്ടാണ് ദീർഘവീക്ഷണത്തോട് കൂട്ടിയിട്ടാണ് ഇതിങ്ങനെ ഇവിടെ പ്ലാൻ ചെയ്തത്. എൻ്റെ കൃഷ്ണൻ കണിയാമ്പറമ്പിൽ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് അതങ്ങനെ ഈ യൂണിറ്റ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമകരമായ ഒരു കാര്യം ചെയ്തു. പക്ഷേ ഇവിടെ നടത്തിയാൽ വലിയൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിലെ നെല്ല് മുഴുവനും ഇവിടെ സംഭരിക്കാനും അത് അരിയാക്കി വിപണിയിൽ എത്തിക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ട്. അത് പറഞ്ഞ് വേറൊരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് 2 സൗകര്യമാണ്. വണ്ടിക്കും വരാം, കുട്ടനാടൻ മേഖലയിൽ നിന്ന് വള്ളത്തിൽ ഇവിടെ സാധനം എത്തിക്കുന്നതിന് ഈ നെല്ല് ഇവിടെ കൊണ്ടുവന്ന് സംഭരിക്കാനായിട്ടുള്ള വലിയൊരു സൗകര്യം ഇവിടെ ഉണ്ട്. മറ്റുള്ള പ്രദേശത്തെ പോലെയല്ല, വണ്ടിക്കായിരിക്കും ഒരുപക്ഷെ എല്ലാ മില്ലുകളിലെയും ചരക്ക് എത്തുന്നത്. ഇവിടെ അതല്ല. ഇവിടെ നമുക്ക് ഈ പറയുന്ന ജലമാർഗവും കരമാർഗവും ഇവിടെ എത്തിക്കാൻ കഴിയും. ഞങ്ങളെപ്പോലുള്ള സാധാരണ കർഷകർക്ക് ഞങ്ങളുടെയൊക്കെ വള്ളത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ അത് വളരെ ഒരു സഹായകരമായിരിക്കും. ഇപ്പോൾ ഈ പറയുന്ന ഇന്ന് 10-12 ദിവസമായ നെല്ലുകൾ കിടക്കുമ്പം ഈ മില്ലുണ്ടായിരുന്ന ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അത് സർക്കാർ കാണുന്നില്ല എന്നുള്ളതാണ് വളരെ ഖേദകരം. ഇതിന് പരസ്യം കാണാം, ഗോഡൌൺ സൗകര്യം ലഭ്യമാണെന്ന്. ഇങ്ങനൊരു സൗകര്യം ഇവിടെ നിലനിൽക്കുമ്പോഴാണ് കർഷകർ ഈ പാടവരമ്പത്തും അവിടെ ഇവിടെയൊക്കെ ഈ നെല്ലിടേണ്ടി വരുന്നത്. അതും ഒരു കഷ്ടമാണ്. അതെ, പണ്ട് കാലത്ത് ധാരാളം കർഷകർ അവരുടെ നെല്ല് ഇവിടെ കൊണ്ട് സൂക്ഷിക്കുമായിരുന്നു. ഇന്ന് അനുവദിക്കുന്നില്ല. ഇന്ന് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഈ ഗോഡൌൺ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ്. അവരുടെ റേഷൻ അരി ഇവിടെയാണ് സംഭരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം കർഷകർക്ക് ഇതിനകത്ത് അനുമതിയില്ല. മുമ്പ് കർഷകർ ഇവിടെ സംഭരിച്ചിരുന്നു. അതിൽ തന്നെ തേക്കിന്റെ അറകളൊക്കെ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് അല്ലെ? തടിയറകളുണ്ട്. 12ഓളം തേക്കിന്റെ അറകൾ ഇതിനകത്തുണ്ട്. വലിയ അറകൾ. അത് വിത്ത് സംഭരിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. തടിയിൽ സൂക്ഷിക്കുന്ന അല്ലേ? തടിയിൽ സൂക്ഷിക്കുന്നത്. അതൊക്കെ ഇപ്പൊ കൂട്ടിയിട്ടിരിക്കുക, ഉപയോഗിക്കുന്നില്ല. ആരും ഇവിടെ വിത്ത് സംഭരിക്കുന്നില്ല. അതാണ്, ഉള്ള ഫെസിലിറ്റീസ് പോലും ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഗോഡൌൺ സൗകര്യം ലഭ്യമാണെന്ന് പറഞ്ഞ് കോൺടാക്ട് നമ്പർ ഒക്കെ ഇവിടെ പുറത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഇവിടെ കിടക്കുമ്പോഴും നമുക്കറിയാം
കർഷകർ പാടവരമ്പത്തും വീടിന്റെ മുറ്റത്തും നനഞ്ഞ വെള്ളമുള്ള ഈർപ്പമുള്ള പാടത്തുമൊക്കെയാണ് ഇപ്പോഴും നെല്ല് സൂക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും സംഭരണത്തിന്റെ കാര്യങ്ങൾ തീരുമാനമാകുമെന്ന് പറയുമ്പോഴും വളരെ കുറച്ച് മില്ലുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കപ്പെടുമെന്നുള്ളതും വലിയ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. സുശീല ഗോപാലൻ അമ്പലപ്പുഴ MLA-യും സംസ്ഥാനത്തെ വ്യവസായ മന്ത്രിയുമായിരുന്ന കാലത്താണ് ഇത്തരത്തിലൊരു റൈസ് മില്ല് തകഴിയിൽ കർഷകർക്കായി കൊണ്ടുവരുന്നത്. എന്നാൽ മാറി മാറി വന്ന സർക്കാരുകൾ പിന്നെ അതിനെ വേണ്ടത്ര രീതിയിൽ പരിഗണിച്ചില്ല. 2018 പ്രളയം ചൂണ്ടിക്കാട്ടി ഇവിടെയുള്ള മറ്റു ഉപകരണങ്ങൾ കൂടി കടത്തിക്കൊണ്ടുപോയി. ഒടുവിൽ സ്വകാര്യ മില്ലുകൾക്ക് കീഴടങ്ങുന്ന രീതിയിൽ ഇതൊരു അസ്ഥിപഞ്ജരമായി ഇപ്പോഴും നിലകൊള്ളുന്നു. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കുട്ടനാട്ടിലെ കർഷകരുടെ കണ്ണീരിന് കാരണം എന്ത്? ആ അന്വേഷണത്തിലാണ് ന്യൂസ് 18 ഉള്ളത്. ആ പരമ്പരയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്. ഇനി നമ്മൾ മറ്റു വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ്. കിളിമാനൂരിന്റെ സ്വന്തം പുത്തരിയായ KMR റൈസ് വിപണിയിലേക്ക്. തിരുവനന്തപുരം കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും നേതൃത്വത്തിൽ കിളിമാനൂർ ഭൂമി മിത്ര ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷനാണ് കുത്തരി വിപണിയിൽ എത്തിക്കുന്നത്. കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 8 പഞ്ചായത്തുകളിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് സംഭരിച്ചാണ് ഭൂമി മിത്ര ഫാർമേഴ്സ് കൂട്ടായ്മ കുത്തരി പുറത്തിറക്കുന്നത്. ഒരു ദിവസം 1 ടൺ കുത്തരി നിർമ്മിക്കുവാൻ ശേഷിയുള്ള മില്ല് കിളിമാനൂരിന് സമീപം ചൂട്ടിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രാരംഭഘട്ടത്തിൽ കിളിമാനൂർ ബ്ലോക്ക് പരിധിയിലാണ് വിപണനം. കീടനാശിനി വിമുക്തവും കൃത്രിമത്വമില്ലാത്തതുമായ പ്രകൃതിദത്ത അരിയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. കൃഷിക്കാർക്ക് അപ്പോൾ തന്നെ ന്യായമായിട്ടുള്ള വില നൽകുകയും അവരിൽ നിന്ന് നെല്ല് സംഭരിച്ച് കൃഷിക്കാർക്ക് ആശ്വാസകരമായ ഒരു പദ്ധതി എന്ന നിലയാണ് ഭൂമിമിത്ര ഈ നെല്ല് സംഭരണവും അതോടൊപ്പം ആ നെല്ല് സംഭരിച്ച് അരിയാക്കി വിതരണം ചെയ്യുന്ന ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ള സ്ഥല സൗകര്യങ്ങളും അതിനാവശ്യമായുള്ള ഓഫീസും അതിനാവശ്യമായ ഡയറക്ടർ ബോർഡും ഇന്ന് നല്ല രീതിയിൽ പ്രവർത്തനം നടത്തി വരുന്നുണ്ട്. കൃഷിവകുപ്പിന്റെ സാമ്പത്തിക സഹായവും വ്യാവസായിക വകുപ്പ് വായ്പയും കർഷകരുടെ പ്രവർത്തന ഫണ്ടും സമാഹരിച്ചാണ് മില്ലും അനുബന്ധ സംവിധാനവും സ്ഥാപിച്ച് അരി വിപണിയിലെത്തിക്കുന്നത്. ന്യൂസ് 18 കിളിമാനൂർ. കേരളത്തിലെ വ്യാപക ലഹരി ഉപയോഗത്തിനെതിരെ സ്ത്രീകൾ സമരരംഗത്ത് വരുന്നത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണെന്ന് നടി മാലാ പാർവതി. എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിക്കിടെ സംസാരിക്കുകയായിരുന്നു മാലാ പാർവതി. സ്ത്രീകൾ യുദ്ധരംഗത്തേക്ക് സമരരംഗത്തേക്ക് വരുമ്പോൾ അതിന് പ്രത്യേകമായി ഒരു രാഷ്ട്രീയ നേട്ടമോ ലക്ഷ്യമോ ഒന്നുമല്ല. അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യത്തിലാണ് പലപ്പോഴും സ്ത്രീകൾ ഒരു കാര്യത്തിൽ ഇറങ്ങുന്നത്. ചരിത്രം നമ്മളെ അതാണ് പഠിപ്പിച്ചിട്ടുള്ളത്. 1913 സ്ത്രീകൾ എല്ലാവരും ഇതുപോലെ വലിയ ഒരു യുദ്ധത്തിന് സമരത്തിന് മുന്നോട്ടിറങ്ങിയത് സ്ത്രീകൾക്ക് ഇലക്ഷന് വോട്ട് ചെയ്യണം, ഭരണത്തിൽ ആര് വരണമെന്ന് തീരുമാനിക്കണം എന്ന ആവശ്യത്തിലാണ്. അന്ന് ആൾക്കാരെല്ലാവരും സ്ത്രീകളെ നോക്കി കളിയാക്കി, ഹാസ്യമാക്കി, പുച്ഛിച്ചു. പക്ഷെ ഇന്ന് നമുക്കറിയാം 1913 നടന്ന ആ സമരം നമ്മളെ എവിടെ എത്തിച്ചു എന്ന്. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തിലേക്കാണ് ഇന്ന് നിങ്ങൾ എല്ലാവരും ചേർന്ന് ഈ കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് ഈ മാർച്ച് നടത്തിക്കൊണ്ട് കേരളത്തിന്റെ എന്നല്ല ഈ രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധ നിങ്ങൾ പിടിച്ചു വരുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വാർത്തകൾ പരിശോധിക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള ചില വിശേഷങ്ങളിലേക്കാണ്, വാർത്തകളിലേക്കാണ്. കാസർഗോഡ് കയ്യൂർ ക്ലായിക്കോട് പാടശേഖരത്തിലെ 2 ഏക്കർ വയലിൽ നിറകതിർ സമൃദ്ധി ഒരുക്കി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട കമ്മിറ്റി. 2026 ഫെബ്രുവരിയിൽ പെരുങ്കളിയാട്ടം നടക്കുന്ന ക്ലായിക്കോട് മുച്ചിലോട്ട് ക്ഷേത്രത്തിലേക്ക് വിഭവങ്ങൾ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് വിഭവ സമാഹരണ കമ്മിറ്റി. 4 ദിവസത്തെ പെരുങ്കളിയാട്ടത്തിന് അന്നദാനമൊരുക്കാനും ക്ഷേത്ര ചടങ്ങുകൾക്കും മറ്റുമായി വലിയ തോതിലാണ് വിഭവങ്ങൾ ആവശ്യമായി വരുന്നത്. ഇതിൽ പരമാവധി വിഭവങ്ങൾ ജനകീയമായി നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുവാനാണ് വിഭവ സമാഹരണ കമ്മിറ്റിയുടെ തീരുമാനം. നാട്ടിലെ കർഷക തൊഴിലാളികളുടെ സഹകരണത്തോടെ മികച്ച രീതിയിലാണ് നെല്ലുൽപാദനം പൂർത്തിയാക്കിയത്. മുച്ചിലോട്ട് ക്ഷേത്രങ്ങളിലെ സവിശേഷ പ്രസാദമായ കായക്കഞ്ഞിക്കുള്ള ഉണക്കലരിയാണ് ഇവിടെ വിളയിച്ചത്.
10 കിൻഡൽ വിളവാണ് നെൽകൃഷിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു വിളവ് തന്നെ നമുക്ക് ഇന്ന് അതിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം ഒരു 100ഓളം പറ നെല്ല്, 10 കിൻഡലോളം നെല്ലുകൾ അതിൽ കിട്ടുന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ നമുക്കുള്ളത്. അപ്പോൾ ഇന്ന് നടക്കുന്ന കൊയ്ത്തുത്സവത്തിലും പങ്കെടുത്ത മുഴുവൻ ആൾക്കാരും നമ്മുടെ ഈ നാട്ടിലെ വനിതാ കമ്മിറ്റി അംഗങ്ങളും മാതൃസമിതി അംഗങ്ങളുമാണ് അതിലുള്ളത്. ക്ഷേത്രം വനിതാ കമ്മിറ്റിയുടെയും മാതൃസമിതിയുടെയും നേതൃത്വത്തിലാണ് കൃഷി പരിപാലനവും വിളവെടുപ്പും നടത്തിയത്. കൊയ്തൊഴിഞ്ഞ വയലിൽ ഇനി വെള്ളരി കൃഷി ആരംഭിക്കും. ഇതോടൊപ്പം തന്നെ ചീമേനി നെടുമ്പയിൽ 2 ഏക്കർ സ്ഥലത്ത് ചേനയും മഞ്ഞളും ഇഞ്ചിയും കൃഷി ചെയ്യുന്നുണ്ട്. 130-ലേറെ വീടുകൾ കേന്ദ്രീകരിച്ചാണ് വാഴ കൃഷി ചെയ്യുന്നത്. കായക്കോട് മുച്ചോട്ടിൻ്റെ ഭാഗത്തും 2.5 ഏക്കർ സ്ഥലം ചീമേനി നെടുമ്പ സ്ഥലത്തും സൗജന്യമായി കിട്ടിയിട്ടുണ്ട്. പിന്നെ വാഴക്കന്നുകൾ വീട് തോറുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മഞ്ഞൾ 1 കിൻഡൽ മഞ്ഞൾ നട്ടിട്ടുണ്ട്. അതുപോലെ 50 കിലോ ഇഞ്ചിയും നട്ടിട്ടുണ്ട്. ഇപ്പോൾ കൊയ്ത സ്ഥലത്ത് വെള്ളരി ഒരാഴ്ച കൊണ്ട് വെള്ളരി നടാനും ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം കൃഷി ഓഫീസർ അംബുജാക്ഷൻ നിർവഹിച്ചു. വാർഡ് മെമ്പർ NV രാമചന്ദ്രൻ അധ്യക്ഷനായി. മോഹനൻ അന്തിതിരിയൻ, ഗോപാലകൃഷ്ണൻ കോമരം, ക്ഷേത്രം സെക്രട്ടറി NV ചന്ദ്രൻ, വിഭവ സമാഹരണ കമ്മിറ്റി ചെയർമാൻ PV തമ്പാൻ, വനിതാ കമ്മിറ്റി ചെയർമാൻ പ്രേമലത എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് 18 കയ്യൂർ. എറണാകുളം കോതമംഗലത്ത് വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കാനുള്ള ഫെൻസിംഗ് നിർമ്മാണത്തിൽ അശാസ്ത്രീയതയെന്ന് ആരോപണം. പലയിടത്തും പണി പൂർത്തിയായിട്ടും ആനകൾ വേലി തകർക്കുന്നത് പ്രദേശവാസികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഫെൻസിങ്ങിന് ചുറ്റുമുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്നാണ് പരാതി. മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ വരുന്ന കോട്ടപ്പാറ വനമേഖലയിലാണ് ഡബിൾ ലൈൻ സോളാർ തൂക്കുവേലിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ഇതിൽ ഐനിച്ചാൽ മുതൽ വാവേലി വരെയുള്ള ഭാഗത്തെ പ്രവൃത്തികൾ ഭാഗികമായി പൂർത്തിയായി. എന്നാൽ ഇപ്പോഴും നിരവധി തവണയാണ് കാട്ടാനകൾ ഈ വേലി തകർത്ത് നാട്ടിലേക്കിറങ്ങി കൃഷിഭൂമി ഉൾപ്പെടെ നശിപ്പിക്കുന്നത്. കോട്ടപ്പടി വാവേലി ഭാഗത്ത് വിവിധയിടങ്ങളിൽ പൂർണ്ണമായി ഫെൻസിംഗ് തകർന്ന നിലയിലാണ്. ഫെൻസിങ്ങിന് ചുറ്റുമുള്ള മരങ്ങൾ മുറിച്ചുമാറ്റാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇത് ആദ്യമേ തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ തൊട്ടടുത്ത് വട്ടയും അതുപോലെ പാഴ്മരകൾ കണ്ടമാനം നിൽപ്പുണ്ട്. ഇതെല്ലാം ഒന്ന് മുറിച്ച് മാറ്റി ഇതിന് പറഞ്ഞേക്കുന്ന 30 മീറ്റർ ദൂരത്തെ മരങ്ങൾ മുറിച്ച് മാറ്റിയതിന് ശേഷം ഫെൻസിങ് സ്ഥാപിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ആ മരങ്ങൾ ഇതുവരെ മുറിച്ച് മാറ്റിയിട്ടില്ല. അതങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ പുതിയ ലൈൻ പണിയുന്നതിലേക്ക് ആന മരം മറച്ചിടുന്നു. അതുകൂടാണ്ട് ഇത് പണി തീർന്നു പോകുന്ന ഭാഗത്ത് ഇവർ ചാർജ് ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട്. എന്നിപ്പോൾ നമുക്ക് കാണാം, എല്ലാ 2-3 സ്ഥലത്ത് കാലുകളെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. ഈ ഇട്ട് പോകുന്ന ഭാഗം കൃത്യമായി ചാർജ് ചെയ്ത് നിലനിർത്തിയെങ്കിൽ മാത്രമേ ആന ഇത് നശിപ്പിക്കാതിരിക്കുകയുള്ളൂ. നിലവിൽ 350 മീറ്ററോളം വരുന്ന ഫെൻസിംഗ് വേലികളാണ് ആനയുടെ ആക്രമണത്തിൽ തകർന്നത്. ഇതുവഴി കൂടുതൽ വന്യമൃഗങ്ങൾ മേഖലയിലേക്ക് കടക്കുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. വിഷയത്തിൽ നിരവധി പരാതി നൽകിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി. ന്യൂസ് 18 എറണാകുളം. ഇടുക്കി തൂക്കുപാലത്ത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച വഴിയുടെ വിശ്രമ കേന്ദ്രം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നില്ല. വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഉപകാരപ്രദമാകുന്ന തരത്തിൽ തൂക്കുപാലം മാർക്കറ്റിൽ നിർമ്മിച്ച വിശ്രമ കേന്ദ്രമാണ് ഉപയോഗിക്കാതെ ഇങ്ങനെ നശിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ 12 കർമ്മ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് തൂക്കുപാലം മാർക്കറ്റിനോട് ചേർന്ന് പബ്ലിക് ടോയ്ലറ്റും വിശ്രമ കേന്ദ്രവും നിർമ്മിച്ചത്. 2021 പൂർത്തിയാക്കിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തെങ്കിലും തുറന്നു പ്രവർത്തിച്ചില്ല. ഇതിനായി നടപടിയെടുക്കാത്തതാണ് പ്രതിഷേധത്തിനിടയാക്കുന്നത്. വർഷങ്ങൾക്കപ്പുറം, അതായത് പട്ടംകോളിന് കിട്ടിയ കാലഘട്ടം മുതലുള്ള പഞ്ചായത്ത് കിണറുണ്ട് ഇവിടെ. അതുകൂടാതെ ഇവിടെ ഒരു 10 സെന്റ് സ്ഥലം മേടിച്ച് കിണർ കുത്തിയിട്ടിരിക്കുന്ന സ്ഥലമുണ്ട്. ആയിരക്കണക്കിന് ജനങ്ങൾ കുടിക്കുന്ന കുഴൽക്കിണറിനൂടെ കുഴൽക്കിണർ ഉണ്ടായിട്ടും വെള്ളമില്ല എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ ഇത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. 100 കണക്കിന് സ്ത്രീകളും കുട്ടികളും നിരവധി ആളുകൾ ഇവിടെ ഒരു ശൗചാലയത്തിൽ പോകാൻ സൗകര്യമില്ലാതെ ബസ്സിൽ വന്നിറങ്ങിയിട്ട് വലിയ വിഷമിച്ചാണ് സ്ത്രീകളും കുട്ടികളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എല്ലാം അറിയാഞ്ഞിട്ടും ഇത് തുറന്നു കൊടുക്കാൻ തയ്യാറല്ല. മാത്രമല്ല, തൂക്കുപാലം പട്ടണത്തിന്റെ ഒരു വികസന മുഖച്ഛായ കൂടിയാണിത്. ഇത് തുറന്നു കൊടുക്കുന്നതിൽ ആർക്കൊക്കെയോ എന്തൊക്കെയോ ഒത്തുകളിയുണ്ട് എന്നാണ് ഞങ്ങൾ ആരോപിക്കുന്നത്. രാമക്കൽമേട് സന്ദർശിക്കാനെത്തുന്ന സഞ്ചാരികൾ തങ്ങുന്ന മേഖലയാണ് തൂക്കുപാലം. ഹൈറേഞ്ചിലെ പ്രധാന പൊതുമാർക്കറ്റുകളിൽ ഒന്നായ ഇവിടെ നിരവധി പേർ എത്താറുണ്ട്. സഞ്ചാരികൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ഉപയോഗപ്രദമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിശ്രമ കേന്ദ്രം മാർക്കറ്റിനോടനുബന്ധിച്ച് നിർമ്മിച്ചത്. എന്നാൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം തുറന്നു പ്രവർത്തിക്കാതെ നശിക്കുകയാണ്. ന്യൂസ് 18 ഇടുക്കി.
അപ്പോൾ ദേ കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിൽ എത്തിയ പ്രണവ് മോഹൻലാൽ ചിത്രമാണല്ലേ DS ഇറേ എന്ന് പറയുന്നത്. ആദ്യ ദിനം തന്നെ 10 കോടി കളക്ഷനും കടന്ന് മുന്നോട്ടിങ്ങനെ കുതിക്കുകയാണ് ചിത്രം. അപ്പം തുടർച്ചയായി 3 വിജയങ്ങൾ സമ്മാനിച്ച് മലയാളികൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാക്കിയ സംവിധായകനാണ് രാഹുൽ സദാശിവൻ. അപ്പോൾ രാഹുൽ സദാശിവൻ ഞങ്ങളുടെ പ്രതിനിധി ഹരികൃഷ്ണനോടൊപ്പം ചില വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിച്ച ചില ചോദ്യങ്ങൾ ഹരി ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്താണ് രാഹുൽ നൽകിയ മറുപടി എന്ന് കേൾക്കണ്ടേ? നമുക്ക് കേട്ടിട്ട് വരാം. പ്രണവ് മോഹൻലാൽ വേർഷൻ 2.0 എന്നാണ് സോഷ്യൽ മീഡിയ വിളിക്കുന്നത്. DS ഇറേ കഴിഞ്ഞ ദിവസം റിലീസായ ആദ്യ ദിനത്തിൽ 10 കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന റിപ്പോർട്ടുകൾ. ആദ്യമായിട്ട് ഒരു A സർട്ടിഫിക്കറ്റ് ചിത്രം, ഒരു ഹൊറർ ചിത്രം ഇത്രയധികം കളക്ഷൻ നേടുന്ന ഒരു മലയാള ചിത്രമായിട്ട് മാറുമ്പോൾ അതിൻ്റെ സൃഷ്ടി, അതിൻ്റെ സംവിധായകൻ രാഹുൽ സദാശിവൻ എന്നോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. പേഴ്സണലി എനിക്ക് വലിയ സന്തോഷമുണ്ട്. മീറ്റിംഗ് യു ഫ്രം ഭൂതകാലം. അവിടെ നിന്ന് ഉണ്ടാകുന്ന ഒരു റേഞ്ച്, അല്ലെങ്കിൽ ഒരു സിനിമകൾ ഉണ്ടാകുന്ന ഒരു മാസീവ് ഗ്രോത്ത് ഉണ്ടാകുന്ന ഇത് പേഴ്സണലി ഒരു സന്തോഷമുണ്ട്. ആൻഡ് ഇതിലേക്ക് വരുമ്പോഴേ A സർട്ടിഫൈഡ് സിനിമയാണ്. ഫാമിലിക്ക് ചിലപ്പോൾ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന ക്രാഫ്റ്റ് അത് അതേ രീതിയിൽ തന്നെ വരണം എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ A സർട്ടിഫിക്കറ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുള്ള തീരുമാനം? അത് സെൻസർ ചെയ്തപ്പോൾ A സർട്ടിഫൈഡ് ആയി. അപ്പോൾ പക്ഷേ റൈറ്റിംഗ് ഫേസിൽ നമ്മൾ അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടില്ല. നമ്മൾ സീൻസ് എഴുതി നാച്ചുറലി അത് അങ്ങനെ തന്നെ വന്ന് ലാൻഡായി, A സർട്ടിഫൈഡ് ഫിലിമായി. പക്ഷേ നമുക്ക് അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആ സീനിൽ കുറച്ച് എക്സ്പ്ലിസിറ്റ് ഇമേജസ് ഒക്കെ ഇട്ട് അതൊന്നും എടുത്ത് മാറ്റാൻ പറ്റില്ല. സോ അങ്ങനെ റൈറ്റിംഗ് പ്രോസസ്സിലെ വന്നതാണത്. ഏറ്റവും കൂടുതൽ ടോപ്പ് കമൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ സിനിമ കാണാൻ നല്ല രാത്രിയാണ്, പക്ഷെ തിരിച്ച് വീട്ടിലേക്ക് പോകണമെങ്കിൽ രാവിലെ ആവണം എന്നുള്ളതാണ്. ആ കമൻറ്റ് ഇങ്ങനെ ട്രെൻഡിങ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കമൻറ്റ്സ് കാണുന്നുണ്ട്. രാഹുൽ സദാശിവൻ സംവിധായകൻ കമൻറ്റ്സ് ചെക്ക് ചെയ്യാറുണ്ടോ? റിലീസിന് ശേഷം ഉണ്ടായ അഭിപ്രായങ്ങൾ നോക്കിയിട്ടുണ്ടോ? നാച്ചുറലി ഞാൻ എല്ലാവരും ചെയ്യുന്ന മാതിരി നമ്മളും കമൻസും എല്ലാം എന്താണ് റെസ്പോൺസ് എന്ന് അറിയാൻ ശ്രമിക്കുമല്ലോ. ഞാൻ കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ട്. എല്ലാ കമന്റ്സും വായിക്കാം. അല്ല കാണുന്നതൊക്കെ, പിന്നെ ഓരോരുത്തരും ഷെയർ ചെയ്യുന്നതൊക്കെ വായിക്കാറുണ്ട്. വീഡിയോസും കാണും. നിങ്ങളുടെ തന്നെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. നൈസ്. നേരിട്ട് പറയുകയും ചെയ്തു കേട്ടോ, വീഡിയോ കാണാറുണ്ട്. അതിൽ എനിക്ക് പേഴ്സണൽ സന്തോഷം. പക്ഷേ ഇപ്പം പ്രണവിനെ കൊണ്ടുവരുമ്പോഴേ, അപ്പം നമുക്ക് വർഷങ്ങളിൽ ഒരിക്കൽ മാത്രം കാണുന്ന ഒരു ആക്ടറാണ്. ഹൗ ഡിഡ് യു പിച്ച് ഇറ്റ് ടു ഹിം? എങ്ങനെയാണ് അതിൻ്റെ ഗ്രോത്ത്? കാരണം നമ്മൾ ഇതിന് മുമ്പുള്ള ഇൻ്റർവ്യൂസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് അതിൻ്റെ ഗ്രോത്ത് എന്നറിയില്ല. പ്രണവിനകത്ത് കഥ ഒരു ഫോം ആയപ്പോൾ നേരെ ചെന്നൈയിൽ പോയി, വീട്ടിൽ പോയി കഥ പറഞ്ഞു. അപ്പോൾ പ്രണവ് ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞു, രസമുണ്ടെന്ന് പറഞ്ഞു, ഒരു ഡാർക്ക് ഷെയ്ഡ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ഓണായി. പിന്നെ റൈറ്റിംഗ് കുറച്ച് 2-3 മാസം റൈറ്റിംഗ് എടുത്തു. അതിലും കൂടുതൽ സമയം എടുത്തു തോന്നുന്നു. പിന്നെ അവിടെ നിന്ന് വിത്തിൻ 1 ഇയർ ടൈം ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തു, റിലീസ് ഡേറ്റ് തീരുമാനിച്ചു. അങ്ങനെ പ്രണവ് അക്സെപ്റ്റ് ചെയ്തോണ്ട് പിന്നെ എല്ലാം ബാക്കിയെല്ലാം സ്പീഡപ്പ് ആയി. എല്ലാം പ്രൊഡക്ഷൻ കമ്പനിയും കൂടെ ഒന്ന് പറയാമോ? കാരണം വൈനോട്ടും നൈറ്റ് ഷിഫ്റ്റും കൂടി വരുന്നതാണല്ലോ. അപ്പം നൈറ്റ് ഷിഫ്റ്റ് ആവട്ടെ, അവർ പൂർണ്ണമായും ഹൊറർ സിനിമകൾ മാത്രമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ലോഞ്ച് ചെയ്യുകയും ചെയ്തു. സോ അവരുടെ കൊളാബറേഷൻ എങ്ങനെയായിരുന്നു? സി ജസ്റ്റ് ടു നോ അബൌട്ട് ഹൊറർ പടങ്ങളുമായിട്ട് വരുമ്പോൾ ആൻഡ് യു ഹൊറർ മാത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. Night Shift this is my second collaboration with Night Shift. So very happy to work with the producers Ram and Shashi sir. So very supportive, and we have the same excitement share ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് വീണ്ടും പ്രൊജക്ട് ബാക്ക് ടു ബാക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ it's very happy to work with them again. ഈ ജോണർ ഷിഫ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു, തീരുമാനമില്ല, അങ്ങനെ ഒരു തീരുമാനമില്ല, ഞാൻ മാറില്ല, ഇത് തന്നെയായിരിക്കും. കാരണം ഈ ഒരു 10 വർഷത്തെ സമയത്തിൽ ഒരുപാട് ഹൊറർ കഥകൾ തീരുമാനിച്ചിരുന്നു, ചിന്തിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അറിയാണ്ട് റൗണ്ട് ടേബിളിൽ പറഞ്ഞ അത് ഞാൻ ജസ്റ്റ് എല്ലാവരും സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഞാനും തമാശ രീതിയിൽ പറഞ്ഞാണ്. പക്ഷെ അതെന്റെ ക്ലിപ്പ് മാത്രം എടുത്തിട്ട് 10 കൊല്ലം ഞാനിരുന്ന് എഴുതിയെന്നൊക്കെ ആയി. ബട്ട് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. ഐ ലൈക്ക് ടു ഷിഫ്റ്റ് ജോണർ ഓൾസോ. വേറെയും ഹൊറർ അല്ലാണ്ടെയും കഥ എഴുതാനൊക്കെ താല്പര്യമുണ്ട്. ഞാൻ ചെയ്യും മിക്കവാറും ഡൗൺ ദ ലൈൻ. ഞാൻ ഇത് ഫിലിം ഇൻഡസ്ട്രിയിൽ വരുമ്പോഴേക്കും ഒരിക്കലും ഞാൻ ഹൊറർ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വന്നതല്ല. എൻ്റെ ബാക്ക് ടു ബാക്ക് ഫിലിംസ് വർക്കായി. അത് എല്ലാം ഈ ഒരു സ്പേസിൽ നിൽക്കുന്ന ഫിലിം ആയതുകൊണ്ട് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, ഓഡിയൻസ് എൻജോയ് ചെയ്യുന്നുണ്ട്, അത് വെൽ റിസീവ് ആവുന്നുണ്ട്. അതുകൊണ്ട് തിങ്കിങ് ടു കണ്ടിന്യൂ ദാറ്റ്. അറ്റ് ദ സെയിം ടൈം വേറെയും കോൺസെപ്റ്റ്സ് എഴുതുന്നുണ്ട്. എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് കംപ്ലീറ്റ് ഫോക്കസ് പോവുക. അപ്പൊ നെക്സ്റ്റ് ഫിലിം എന്താണെന്നുള്ളത് വരുന്നേ ഉള്ളൂ. എന്നും ഡിസ്ക്ലോസ് ചെയ്യാറായിട്ടില്ല. ഇപ്പൊ നടക്കുന്ന ഒരു ചർച്ച ഞാൻ അത് വെച്ച് പറയാം. ഭൂതകാലം, ഭ്രമയുഗം, ഇതൊക്കെ വെച്ചിട്ട് ഒരു ടൈം ലൈനിൽ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഭൂതകാലത്തിന്റെ ക്ലൈമാക്സുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് DS ആയിട്ടുള്ള കാര്യങ്ങൾ പോകുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ ജസ്റ്റ് ഫാൻ തിയറീസ് മാത്രമായിട്ട് പോവുകയാണ്?
അല്ല, അത് ഓഡിയൻസ് ഒരുപാട് പേര് കാണാത്തവരുണ്ടല്ലോ, അവർ കാണട്ടെ, കണ്ടിട്ട് ഞാൻ പറയാം. ഫൈനൽ ക്വസ്റ്റ്യൻ, സംസ്ഥാന ജൂറി ചലച്ചിത്ര പുരസ്കാരം വരെയാണ്. ഭ്രമയുഗം മമ്മൂക്ക ഒരു മെയിൻ കോമ്പറ്റീഷൻ ഫൈനൽ റൗണ്ടിൽ നിൽക്കുകയാണെന്ന് കേൾക്കുന്നു. അതിനെപ്പറ്റി ജസ്റ്റ് റെസ്പോൺസ് ചെയ്യാം. I don't know that. It's all left to the committee, jury members, and everyone, എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നല്ല സെലക്ഷൻ കമ്മിറ്റിയാണ് ഇപ്പോൾ. സോ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം രാഹുൽ, ആൻഡ് കീപ് മെസ്മറൈസിംഗ് us. താങ്ക് യു സോ മച്ച്. അത് തന്നെയാണ്. അപ്പം ആദ്യ ദിവസത്തെ കളക്ഷന് പിന്നാലെ വീണ്ടും വലിയ അഭിപ്രായങ്ങൾ നേടിക്കൊണ്ട് പോകുന്നു. ബുക്ക് മൈ ഷോയിലൊക്കെ വലിയ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടാകും, പക്ഷേ എനിക്ക് ടൈം ലിമിറ്റ് വളരെ കുറവാണ്. ആൻഡ് ക്യാമറമാൻ ധനേഷിനൊപ്പം ഹരികൃഷ്ണൻ, News 18. അപ്പോൾ രാഹുൽ സദാശിവത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത്. ഇനി നമുക്ക് വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. ഒരു ചെറിയ ഇടവേള. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളത്ത് മണ്ണിടിഞ്ഞു വീണത് നീക്കം ചെയ്യാൻ നടപടിയില്ല. 1 വർഷത്തോളമായി അപകടകരമായ നിലയിൽ മണ്ണ് റോഡിൽ വീണ് കിടക്കുകയാണ്. മഴ കനത്തതോടെ വാഹനങ്ങളും ഇതുവഴി കടന്നു പോകാൻ ബുദ്ധിമുട്ടുകയാണ്. 2024 ജൂൺ മാസത്തിലാണ് ശക്തമായ മഴയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളത്ത് മൺതിട്ടയിടഞ്ഞ് റോഡിലേക്ക് പതിച്ചത്. ആദ്യം കുറച്ചു ഭാഗത്ത് മാത്രമായിരുന്നു മണ്ണുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഇത് റോഡിലേക്ക് ഒലിച്ചിറങ്ങുകയായിരുന്നു. ഇതോടെ ഇപ്പോൾ ഒരു വാഹനത്തിന് മാത്രം കഷ്ടിച്ച് കടന്നുപോകാൻ കഴിയുന്ന അവസ്ഥയാണുള്ളത്. മണ്ണ് നീക്കുന്നതിന് നടപടി ആവശ്യപ്പെട്ട് നിരവധി തവണ നാട്ടുകാർ പരാതി നൽകിയെങ്കിലും ദേശീയപാത അധികൃതർ ചെവിക്കൊണ്ടില്ല. 2 വർഷത്തോളമായി മണ്ണിടിഞ്ഞ് വീഴുന്നത്. ഞങ്ങളുടെ ഒരു ഹോസ്റ്റൽ ഇവിടെ തൊട്ടടുത്ത് നടത്തുന്നുണ്ട്. പക്ഷെ അവർക്കും ഞാൻ കുറച്ച് നോട്ടീസൊക്കെ തന്നു. പക്ഷെ ഇപ്പോൾ ഈ ഓരോ ദിവസം ചെല്ലുന്തോറും ഡേഞ്ചറസ് കൂടി വരികയാണല്ലോ. ഈ കഴിഞ്ഞ ദിവസം അടിമാലി സംഭവിച്ച പോലെ തന്നെ ഇവിടെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം മുകളിൽ നിന്ന് മണ്ണ് എപ്പോഴും ഇടിഞ്ഞ് റോഡിന് നടുവ് വരെ വന്നുകൊണ്ടിരിക്കുക. വണ്ടി പോകാൻ വേണ്ടി അവർ മണ്ണെടുക്കുന്നത്. എന്നാലും ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് ഒരു വിഷമവും ഇല്ലാത്ത രീതിയിൽ എത്ര വീടുകളായിപ്പോൾ ഈ മഴ കൊണ്ട് നഷ്ടമായിരുന്നു, എത്ര ജീവൻ നഷ്ടമായി പോകുന്നു. ഇതിനൊന്നും കണ്ടിട്ട് അവർക്കൊരു മനസ്സ് അവർക്ക് തുറക്കുന്നുമില്ല. അതിനുവേണ്ടി അവർ തീരുമാനം എടുക്കുന്നില്ല. ഞങ്ങൾ ഇത്രയും കുടുംബങ്ങൾ ഇവിടെ അടുത്ത് താമസിക്കുക. ഇതിനുവേണ്ടി പൂർണ്ണമായിട്ട് ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങൾ സത്യാഗ്രഹം ഇരിക്കേണ്ടി വരും. കളക്ടറടക്കം മണ്ണ് നീക്കാൻ നിർദ്ദേശം നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. നിലവിൽ മഴ കനത്തതോടെ വീണ്ടും ഒരു മണ്ണിടിച്ചിൽ സാധ്യതയും മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. News 18 ഇടുക്കി. വാഗമണ്ണിലൊരു കണ്ണാടി പാലമുണ്ട് അല്ലേ? അത് കാണാൻ എത്രയോ ആളുകളാണ് അവിടേക്ക് ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ വാഗമണ്ണിൽ മാത്രമല്ല, നമ്മുടെ തിരുവനന്തപുരത്തും ഒരു കണ്ണാടിപ്പാലം തുറന്നിട്ടുണ്ട്. തിരുവനന്തപുരം ആക്കുളത്താണ് ആ കണ്ണാടിപ്പാലമുള്ളത്. കാണേണ്ട കാഴ്ച തന്നെയാണ്. 1.25 കോടി രൂപ ചെലവിൽ 70 അടി ഉയരവും 52 മീറ്റർ നീളവുമുള്ള പാലത്തിലൂടെ നടന്ന് ആക്കുളം കായലിന് മുകളിൽ നിന്നുള്ള മനോഹര കാഴ്ചകൾ കാണാം. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നിന്ന് തുടങ്ങുന്ന ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് ഒട്ടേറെ പേരാണ് എത്തുന്നത്. സാഹസിക വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാനായി ടൂറിസം വകുപ്പിന് കീഴിലെ സംസ്ഥാനത്തെ ആദ്യത്തെ കണ്ണാടി പാലമാണിത്. ആക്കുളം കായലിലൂടെയുള്ള മനോഹര കാഴ്ചകൾ കാണാൻ കഴിയുന്ന തരത്തിലാണ് പാലത്തിന്റെ നിർമ്മാണം. 70 അടി ഉയരവും 52 മീറ്റർ നീളവുമുള്ള പാലം 1.25 കോടി ചിലവഴിച്ചാണ് നിർമ്മിച്ചത്. മുതിർന്നവർക്ക് 200 രൂപയും കുട്ടികൾക്ക് 150 രൂപയുമാണ് പ്രവേശന ഫീസ്. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിന് മുകളിൽ നിന്ന് തുടങ്ങുന്ന ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കുമ്പോൾ സന്ദർശകർക്ക് താഴെ വ്യോമസേനയുടെ മ്യൂസിയം അടക്കമുള്ള കാഴ്ചകൾ ആസ്വദിക്കാനാകും. വൈകുന്നേരങ്ങളിൽ ഇവിടേക്ക് എത്തുന്നവർക്ക് സൂര്യാസ്തമയവും ആസ്വദിക്കാൻ കഴിയും. Very nice experience. The glass bridge, Air Force Museum, all overall very nice experience. Everybody should visit it. We are from Gujarat and in Trivandrum this glass bridge very good must visit place. തിരുവനന്തപുരം DTPCയുമായി സഹകരിച്ച് വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് എന്റർപ്രൈസസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കണ്ണാടിപ്പാലം നിർമ്മിച്ചിരിക്കുന്നത്. വൈബ്കോസിന് കീഴിലെ യുവ സംരംഭകരാണ് നിർമ്മാണ ചെലവ് പൂർണ്ണമായും വഹിച്ചത്. കൃത്രിമ മഴ, മൂടൽമഞ്ഞ്, ലൈറ്റുകൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ഒരേ സമയം 20 പേർക്ക് കയറാൻ പറ്റുന്ന തരത്തിലാണ് നിർമ്മാണം. സിപ്ലൈൻ, സ്കൈ സൈക്ലിംഗ് തുടങ്ങി 10ഓളം ഹൈറോപ്പ് ആക്ടിവിറ്റികൾ, ശീതീകരിച്ച മ്യൂസിക്കൽ ഫൗണ്ടൈൻ, ലേസർ ഷോ തിയേറ്റർ, ഇന്ത്യൻ എയർഫോഴ്സ് മ്യൂസിയം, 12D തിയേറ്റർ, കമ്പ്യൂട്ടർ ഗെയിമിംഗ് സോൺ,
ഫിഷ് സ്പാ, കുട്ടികൾക്കായുള്ള സോഫ്റ്റ് പ്ലേ ഏരിയ, ടോയ് ട്രെയിൻ തുടങ്ങിയവ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നിലവിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും ആകർഷകമായ ടൂറിസ്റ്റ് പ്ലേസ് ആണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ്. ഗ്ലാസ് ബ്രിഡ്ജിന്റെ വരവോടുകൂടി ഇവിടുത്തെ ആകർഷണീയത ഒന്നും കൂടി വർദ്ധിച്ചിരിക്കുകയാണ്. ആക്കുളം കായലിന്റെ ദൃശ്യമനോഹാരിതയും സൂര്യാസ്തമയമെല്ലാം ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നുകൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നിന്നും ക്യാമറാമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറം കരുവാരക്കുണ്ടിലെ വണ്ടൂർ ഉപജില്ലാ കലോത്സവ വേദിയിൽ ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയത് കുറച്ച് റിപ്പോർട്ടർമാരായിരുന്നു. കരുവാരക്കുണ്ട്, കൊയ്ത്തക്കുണ്ട് GLPSലെ കിഡ്സ് റിപ്പോർട്ടർമാരാണ് ഈ മിടുക്കർ. ഇവിടെ കളർഫുൾ ആണ്. ഞാനിപ്പോൾ നിൽക്കുന്ന വേദി ഒന്നിനു മുന്നിലാണ്. മലബാറിന്റെ മഞ്ചുള്ള കലാരൂപം ഒപ്പന മത്സരമാണ് ഇവിടെ പുരോഗമിക്കുന്നത്. തിങ്ങിനിറഞ്ഞ വേദിയെ സാക്ഷിയാക്കിക്കൊണ്ടാണ് മലബാറിന്റെ ജനകീയ കലാരൂപം വേദിയിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. PK രുദ്ര, അഫിയ ഷെറിൻ, ആദിദേവ് ഗിരീഷ് കുമാർ. അവസാന ദിവസത്തെ പ്രധാന ആകർഷണമായ ഒപ്പന വേദികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ 3 പേരാണ്. വേദിയിൽ നിന്നിറങ്ങുന്ന മത്സരാർത്ഥികളുടെ പ്രതികരണമെടുത്തും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞും തത്സമയം തന്നെ വാർത്തയാക്കുകയാണ് ഈ മിടുക്കർ. ജയിക്കാൻ വേണ്ടി ചെന്ന കുട്ടികളോട് ഞങ്ങൾ ചോദിച്ചു എന്തൊക്കെയാണ് പേര്, എന്തെല്ലാം അവരുടെ സംഭവങ്ങളെല്ലാം ചോദിച്ചിട്ട് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. വിദ്യാലയത്തിൽ അധ്യാപകനായ PK രഘുവാണ് ക്യാമറമാൻ. 5 പേരാണ് വിദ്യാലയത്തിലെ മാധ്യമ സംഘത്തിലുള്ളത്. ഇതിൽ 3 പേരുമായാണ് രഘു കലോത്സവ വേദിയിലെത്തിയത്. കുട്ടികളെ പഠനത്തോടൊപ്പം തന്നെ അവരുടെ എല്ലാവിധ കഴിവുകളും പരിശോധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിനുണ്ട്. കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഈ വീഡിയോ സമ്പ്രദായം കിഡ്സ് റിപ്പോർട്ടർ TV വളരെ സഹായിച്ചിട്ടുണ്ട്. ഇവർക്ക് സ്വന്തമായി യൂട്യൂബ് ചാനലില്ല. വാർത്തകൾ തയ്യാറാക്കി വിദ്യാലയത്തിലെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയാണ് പ്രചാരണം. വിവിധ ദിനാചരണങ്ങൾ, ആഘോഷങ്ങൾ, മത്സരങ്ങൾ തുടങ്ങിയവയ്ക്ക് കുട്ടികൾ റിപ്പോർട്ടർമാരായി ഇറങ്ങും. പഠനത്തോടൊപ്പം എല്ലാവിധ കഴിവുകളും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇതിനെല്ലാം പൂർണ്ണ പിന്തുണ നൽകുകയാണ് അധ്യാപകർ. ന്യൂസ് 18 മലപ്പുറം. എത്ര മിടുക്കരാണല്ലേ നമ്മുടെ കുട്ടികൾ. ഇനി നമുക്ക് മറ്റൊരു വാർത്ത നോക്കാം. വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ ഇന്ന്. കന്നിക്കിരീടം തേടി ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഇന്ന് നേർക്കുനേർ വരും. നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ 3 മണിക്കാണ് മത്സരം. 7 തവണ ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ സെമിയിൽ തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിൽ കടന്നത്. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിഥുൻ, എത്രത്തോളം ഫോമിലാണ് നമ്മുടെ ടീം ഉള്ളത് എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇന്ന് നമ്മുടെ പ്രതീക്ഷ? ആര്യ, എന്തായാലും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇന്ത്യൻ സംഘം ഇന്ന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കലാശപ്പോരിനായി ഇറങ്ങുന്നത്. പ്രതീക്ഷയുടെ, അതായത് 2 തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയ ആ ഒരു സാഹചര്യം, അത് ഇന്ന് ദക്ഷിണാഫ്രിക്കയായിട്ടുള്ള മത്സരത്തിൽ അത് തിരുത്തിക്കുറിക്കാൻ വേണ്ടിയാണ് ഇന്ത്യൻ ടീം ഇറങ്ങുകയും ചെയ്യുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ മത്സരം സെമിഫൈനലിൽ അത് വളരെ കൂറ്റൻ സ്കോർ നിലവിലെ ചാമ്പ്യന്മാരെ ഉയർത്തിയെങ്കിൽ പോലും തന്നെ അതൊന്നും തന്നെ തെല്ലും ഭയക്കാതെ കൃത്യമായ രീതിയിൽ ബാറ്റർമാരുടെ മികവിലോടുകൂടി അത് തിരിച്ചു പിടിക്കുകയും ഒപ്പം തന്നെ കലാശപ്പോരിലേക്ക് യോഗ്യത നേടുകയും ചെയ്യുന്നത് നമ്മൾ കാണുകയും ചെയ്തു. അത് ഓടിയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പിന്തുടർന്ന് ജയിക്കുന്ന ചേസിംഗ് കൂടിയായി അത് മാറുകയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തതാണ്. എന്തായാലും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇന്ത്യൻ സംഘം ഇന്ന് ഇറങ്ങുക. ഹർമൻപ്രീത് സംഘവും ഇന്ന് കപ്പെടുത്തുകൊണ്ട് തന്നെ തിരികെ വരൂ എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ആരാധകരും ഉറച്ചുള്ളത് എന്നുള്ളതാണ്. നവി മുംബൈയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് കലാശപ്പോരിന് തുടക്കം കുറിക്കുക. ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ ഒരു ടൂർണമെന്റിൽ അവർ വിരോചിതമായിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരു മേൽക്കൈ ഇരു ടീമുകൾക്കും ആർക്കെന്ന് പറയാൻ അല്ലെങ്കിൽ പ്രവചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. പക്ഷേ ദക്ഷിണാഫ്രിക്കയിലെ ഈ ഒരു ടൂർണമെന്റിലെ പ്രകടനം നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അവർ ലീഗ് ഘട്ടത്തിലായാലും പിന്നീടുള്ള നോക്കൌട്ട് ഘട്ടത്തിലുമൊക്കെ അവരുടെ ഒരു വിരോചിത പ്രകടനം നമ്മൾ കാണുകയും ചെയ്തതാണ്. അതായത് ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ച് അവർക്ക് അലട്ടുന്നത് സ്പിന്നർമാരുടെ ഒരു ഫോമില്ലായ്മ തന്നെയാണ് അവരെ പ്രധാനമായും അലട്ടുന്നത്. പക്ഷേ ബാറ്റിംഗ് നിര സുസജ്ജമാണ്. അവരുടെ വാലറ്റും ആയാലും ഒക്കെ തന്നെ കൃത്യമായ രീതിയിൽ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു 11 തന്നെയാണ് അവർക്കുള്ളത് എന്നുള്ളതാണ്. അതേസമയം ഇന്ത്യൻ നിരയിലേക്ക് വരുമ്പോൾ ഓപ്പണിംഗ് മുതൽ അങ്ങ് മധ്യനിരവ് വരെ കൃത്യമായ രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന താരങ്ങൾ നമുക്ക് ഇന്ത്യൻ പക്കലുണ്ട് എന്നുള്ളതാണ്. ഷഫാലി വർമ്മയും ഒപ്പം തന്നെ സ്മൃതി മന്ദാനയും നൽകുന്ന തുടക്കം അത് വളരെ ഗംഭീരമാണ് എന്നുള്ളതാണ്. ടോസ് അത് വളരെ നിർണായകമായ ഒരു സാഹചര്യം
സാഹചര്യം തന്നെയാണ്. നവി മുംബൈയെ സംബന്ധിച്ച് മഴയുടെ ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്ന് പ്രവചിക്കപ്പെടുന്നുണ്ട്. മഴ ഒരു തരത്തിൽ ഈ ഫൈനലിലെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നുള്ളതും നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ടോസ് നേടുന്ന ടീമിന് ഇന്ന് നിർണായകമാണ്. എന്തായാലും ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീം വളരെ മികച്ചൊരു സ്കോർ പടുത്തുയർത്തിയാൽ അത് രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവർക്കും ആ രീതിയിൽ വലിയ വെല്ലുവിളി ഉയർത്താൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ടോസ് നേടുന്നവർ ആദ്യം ബാറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. എന്തായാലും സുസജ്ജമാണ് ഇന്ത്യൻ നിര വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഈ ഒരു ഫൈനലിനെ നോക്കിക്കാണുകയും ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ 2017 സമാനമായ രീതിയിൽ ഓസ്ട്രേലിയയെ തകർത്തുകൊണ്ട് ഫൈനലിൽ വരികയും ഫൈനലിൽ ജയിക്കുമെന്ന് കരുതിയെടുത്തിൽ നിന്നാണ് ആ ഒരു കപ്പ് നമ്മൾ കൈവിട്ട് കളയുകയും ചെയ്തത്. അതിനുശേഷം 8 വർഷത്തിന് ശേഷം വരുന്ന ലോകകപ്പ്, അതും ഇന്ത്യയിൽ നടക്കുന്ന ലോകകപ്പ്, അത് ആദ്യമായി ഇന്ത്യൻ സംഘം ആ ലോകകപ്പിൽ ഹർമൻപ്രീതും സംഘവും മുത്തമിടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും ഇന്നത്തെ ഒരു ഫൈനലിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇരു ടീമുകളും ഇതുവരെയും കലാശപ്പോരിന് യോഗ്യത നേടിയിട്ട്, അതായത് ഇന്ത്യ ഇതിനു മുമ്പ് കലാശപ്പോരിന് യോഗ്യത നേടിയിട്ടുണ്ട് എങ്കിൽ ദക്ഷിണാഫ്രിക്ക ആദ്യമായാണ് ഇത്തരത്തിലൊരു കലാശപ്പോരിലേക്ക് രംഗത്തിറങ്ങുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായി ലോകകപ്പിന് മുത്തമിടാൻ പോകുന്ന ഒരു ടീം എന്ന പ്രത്യേകത കൂടി ഈ മത്സരത്തിലുണ്ട് എന്നുള്ളതാണ്. അത് ദക്ഷിണാഫ്രിക്കയാണോ അതോ ഇന്ത്യ ആണോ എന്ന് കാത്തിരുന്ന് തന്നെ നമുക്ക് കാണണം. എന്തായാലും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ആരാധകരും ഒപ്പം തന്നെ ഇന്ത്യൻ സംഘവും ഒക്കെ ഉള്ളത്. കഴിഞ്ഞ മത്സരത്തിലെ ആ ഒരു പ്രകടനം ഇന്ന് കാഴ്ചവെക്കാൻ സാധിച്ചാൽ ആദ്യമായി വനിതാ ലോകകപ്പിൽ മുത്തമിടാൻ ഹർമൻപ്രീത് സംഘത്തിന് സാധിക്കുമെന്നുള്ളതാണ്. യെസ്, തീർച്ചയായും. MG മിഥുനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർത്തത്. മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ചരിത്ര നേട്ടത്തിന് അരികിലാണ് നമ്മളുള്ളത്. കയ്യെത്തിപ്പിടിക്കാൻ കഴിയുന്ന അത്ര ദൂരത്തിലാണ് ആ ഒരു ചരിത്ര നേട്ടം നമ്മുടെ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ മുന്നിലുള്ളത്. എന്തായാലും ഏറെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. ഫൈനൽ ഇന്ന് വൈകുന്നേരം 3 മണിക്കാണ് നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ നടക്കുക. ഇനി നമ്മൾ രാവിലെയിൽ കടക്കുന്നത് സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ്. പാലക്കാട് ആലത്തൂരിലുള്ള നീതുവിന്റെ ജന്മദിനമാണ് ഇന്ന്. അപ്പോൾ നീതുവിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ നീതു. തോന്നയ്ക്കൽ സ്വദേശികളായ ഷാഹിൻ സാറ ദമ്പതികളുടെ മകൾ ഇനയ ഷാഹിന്റെ 7ാം ജന്മദിനമാണിന്ന്. ആശംസകൾ അറിയിക്കുന്നത് ഉമ്മയും ബാപ്പയും മറ്റു ബന്ധുക്കളുമാണ്. അപ്പോൾ ഇനയ മോൾക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ മോളെ. അപ്പോൾ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ വാർത്തകൾക്കൊപ്പം ന്യൂസ് 18നോടൊപ്പം തുടരുക. ഇനി ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പെട്രോൾ.